സംസ്ഥാനത്ത് നാലാം ഘട്ട ലോക്ഡൌൺ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. SSLC +2 പരീക്ഷകൾ നേരത്തെ നിശ്ചയിച്ച തീയതിക്ക് തന്നെ നടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്താൻ പ്രത്യേക വാഹന സൌകര്യം ഒരുക്കി നൽകും എന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ബാർബർ ഷോപ്പുകൾ നിയന്ത്രണങ്ങളോടെ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. സർക്കാർ ഓഫീസിൽ 50% ജീവനക്കാർ ഹാജരാകണം എന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഒരു ഉത്തരവുണ്ടാകുന്നതുവരെ ശനിയാഴ്ചകളിൽ സർക്കാർ ഓഫീസുകൾക്ക് അവധിയായിരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിട്ടുണ്ട്. ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളും ബാറുകളും വഴി മദ്യം നൽകാനുള്ള ഉത്തരവും ഇറങ്ങിയിട്ടുണ്ട്. എന്ന് മുതൽ എന്നുള്ള കാര്യം വ്യക്തമല്ല. അതേസമയം സംസ്ഥാനത്ത് നിന്ന് 29 പേർക്കാണ് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ എന്നോടൊപ്പം മന്ത്രി ശ്രീ VS സുനിൽകുമാർ, MP-മാരായ ശ്രീ NK പ്രേമചന്ദ്രൻ, ശ്രീ AM ആരിഫ്, ഡോക്ടർ ഫസൽ ഗഫൂർ, അദ്ദേഹം കോവിഡ് ലോക്ഡൌൺ കർമ്മസമിതിയുടെ അംഗം കൂടിയായിരുന്നു, ഡോക്ടർ VG പ്രദീപ് കുമാർ IMA എന്നിവർ. ആദ്യം ഡോക്ടർ ഫസൽ ഗഫൂർ, ഇന്ന് 29 കേസുകൾ വരുമ്പോൾ അത് 28 പുറത്തുനിന്നുള്ള ആളുകൾ ആണ്. 21 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും, 7 പേർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും. ഒരു ആരോഗ്യ പ്രവർത്തകയും രോഗബാധിതരുടെ പട്ടികയിൽ ഉണ്ട്. ഈ വിദേശത്തു നിന്ന് എത്തുന്ന ഒരു വിഭാഗം ആളുകൾക്ക് കോവിഡ് പോസിറ്റീവ് ആവുക എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ്. പക്ഷേ പുറത്തേക്ക് വ്യാപനമില്ല എന്നുള്ളത് ആശ്വാസകരമാണോ? ഈ മൂന്നാമത്തെ ഘട്ടത്തെയും വളരെ ഫലപ്രദമായി കേരളം നേരിടുകയാണ് എന്നതിന്റെ ഒരു സൂചന ഈ കണക്കിൽ വായിച്ചെടുക്കാനുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഈ കണക്ക് നമുക്ക് വായിച്ചെടുക്കാവുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 90% കേസുകളും കേരള സംസ്ഥാനത്ത് നിന്ന് പുറത്തോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള നമ്മുടെ സഹോദരന്മാരോട് വന്നതിന് ഉള്ളതാണ്. അത് നമ്മൾ പ്രതീക്ഷിച്ചാണ്. പക്ഷെ പ്രതീക്ഷിക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിച്ചിരുന്നത് വലിയ ടെസ്റ്റിംഗ് സൗകര്യമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അവർ ഏറ്റവും ചുരുങ്ങിയത് റാപ്പിഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഫ്ലൈറ്റിൽ കയറ്റുമെന്നുള്ളൂ. അതേമാതിരി തന്നെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഒരു സീറ്റ് നമ്മൾ കാലിയായിട്ടിട്ടുകൊണ്ട് ആണ് ഇവർ വരാന്ന്. അതൊന്നും ചെയ്തിട്ടില്ല. അതിനെ നമ്മളിപ്പോൾ ഒരു സർക്കാരിനെ കുറ്റം, ഇവിടുത്തെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ അവിടുത്തെ ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ സീറ്റ് എന്തുകൊണ്ട് കാലിയിട്ടെന്നുള്ള എനിക്കറിഞ്ഞൂടാ. അതിന്റെ സ്റ്റഡീസൊക്കെ വന്നിട്ടുണ്ട്. അതിന് പ്ലെയിനുകളിൽ അത് ആവശ്യമില്ല എന്നുള്ള കാര്യമൊക്കെ. അല്ലാതെ ഒരു സ്റ്റഡി ലെവലിലാണ് അവർ പറയുന്നത്. പ്ലെയിനിൻ്റെ ഉള്ളിൽ ഒരു ഹെപ്പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞ ഫിൽറ്ററിന്റെ പിന്നെ പ്രഷറിന്റെ ഡിഫറൻസ് ഉള്ളതുകൊണ്ടൊന്നും ഈ സർക്കുലേഷൻ പുറത്തോട്ട് പോകില്ല എന്നൊക്കെയുള്ളതാണ് അവരുടെ വാദം. അതായിക്കോട്ടെ. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇത്രയധികം ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്നു. എന്താ കാരണം, അവിടുത്തെ നമ്പർ ഓഫ് കേസസ്, ഒരിക്കൽ കൂടെ ഞാൻ പറയണത്, 5 കോടി ജനങ്ങളുള്ള ഗൾഫിൽ 1 ലക്ഷത്തിനടുത്ത് ആയല്ലോ ഇപ്പോൾ. മനസ്സില്ല, 70-80 ലക്ഷമായി കാണും. കാരണം പലപ്പോഴും ഫിഗേഴ്സ് അവർ പുറത്തുവിടാറില്ല. അവർ തിരിച്ചു വരുമ്പോൾ ഇത് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ വേണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത്. ഏതായാലും നമ്മുടെ ഗവൺമെന്റ് അതിലോട്ട് മടങ്ങി വരുന്ന മട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം തന്നെ ഇവിടെ MES മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിൽ 40 പേരെ ഇപ്പോൾ 2 ദിവസം കൊണ്ട് അവർ വരും എന്നുള്ള മട്ടിലാണ് ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് വന്നിട്ടുള്ളത്. അപ്പൊ ആ നിലക്ക് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു സംഭവമാണ് അത്. പക്ഷേ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. അവിടുത്തെ കാര്യം പോട്ടെ, ഇതേ പ്രശ്നം തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ. പ്രത്യേകിച്ച് തമിഴ്നാട് നിന്നൊക്കെ ഇടിച്ചിങ്ങോട്ട് കയറി വരുമ്പോൾ അവിടെയാണല്ലോ ഏറ്റവും അധികം. മൂന്നാമത് ഇരിക്കുന്ന സ്റ്റേറ്റ് തമിഴ്നാടാണ്. അപ്പൊ മഹാരാഷ്ട്രയും തമിഴ്നാടിൽ നിന്നും കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ പ്രതീക്ഷിച്ചാണ്. അപ്പോൾ ഇനിയിപ്പോഴാണ് ഗവൺമെന്റ് പറഞ്ഞത് എത്രത്തോളം ഫലപ്രദമാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ ക്വാറന്റീൻ്റെ കാര്യം വരുമ്പോൾ ഹോം ക്വാറന്റീൻ ആയാലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീൻ ആയാലും അത് കറക്റ്റായിട്ട് നടപ്പാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ഇപ്പൊ നമുക്കറിയാം. ശരി, ശ്രീ VS സുനിൽകുമാർ, ലോക്ഡൌണിന്റെ 4ാം ഘട്ടത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവർത്തനങ്ങളൊന്നും വേണ്ടതില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ലോക്ഡൌൺ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത്. സംസ്ഥാനം പക്ഷേ SSLC +2 പരീക്ഷകൾ നേരത്തെ തീരുമാനിച്ചതുപോലെ മെയ് 26 മുതൽ 30 വരെ നടത്താനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് സംസ്ഥാനത്ത് 29 കേസുകളുമുണ്ട്. ഇത്ര തിടുക്കത്തിൽ നേരത്തെ തീരുമാനിച്ചതുപോലെ പരീക്ഷയുമായി മുന്നോട്ട് പോകേണ്ട കാര്യമുണ്ടായിരുന്നോ? അല്ല, അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം സ്കൂൾ തുറക്കുക എന്നുള്ള അർത്ഥം SLC +2 എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് നമ്പറാണ്. ആ നമ്പർ ആയിട്ടുള്ള കുട്ടികളെ കൃത്യമായിട്ട് രീതിയിൽ പരീക്ഷയ്ക്ക് എഴുതിക്കാനും അവരെ കൊണ്ടുവരാനുള്ള ലോജിസ്റ്റിക്സ് അടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ആലോചിച്ച് പ്ലാൻ ചെയ്ത ശേഷമാണ് വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ചർച്ച ചെയ്ത് ആരോഗ്യവകുപ്പുമായി കൂടിയാലോചിച്ചുകൊണ്ട് അങ്ങനെ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന നമ്പർ ഓഫ് പേഷ്യൻസിന്റെ കാര്യത്തിൽ നമ്മൾ ആശങ്ക ഉണ്ടെങ്കിൽ പോലും
നമ്മൾ സ്കൂൾ തുറക്കാതെ തന്നെ, സ്കൂൾ തുറക്കാന്ന് പറഞ്ഞാൽ ദശലക്ഷക്കണക്കിന് കുട്ടികളാണ് സ്കൂളിലേക്ക് വരാൻ പോകുന്നത്. ഇത് ഏതാനും ആയിരങ്ങൾ കുട്ടികൾ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ദിവസത്തെ പരീക്ഷയോടുകൂടി ആ പ്രശ്നം അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലോക്ക്ഡൌൺ എന്ന് പറയുമ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് പോലെ സമ്പൂർണ്ണമായും എല്ലാ കാലത്തും ലോക്ക്ഡൌൺ എന്ന നിലയിലല്ലല്ലോ നമ്മൾ കാണുന്നത്. എന്നാൽ അതേ സമയത്ത് തന്നെ ഇക്കാര്യത്തിൽ എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് ദീർഘസമയമായിട്ടെടുത്ത് ചർച്ച നടത്തിയിട്ടാണ് ഇപ്പോൾ അങ്ങനെ തീരുമാനം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആശങ്കപ്പെടുന്ന പോലെയുള്ള പ്രശ്നമില്ലാതെ തന്നെ അത് പരിഹരിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും കൂടി ആലോചിക്കാതെ ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം ഗവൺമെന്റ് എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ആലോചിച്ച് തന്നെയാണ് നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് കൂടി മാർഗനിർദ്ദേശങ്ങൾ മറികടക്കാതെ തന്നെ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് ഇപ്പോൾ നമ്മളിതെല്ലാം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് SLC +2 പരീക്ഷ എന്ന് പറയുന്നത് എല്ലാ ദിവസവും എല്ലാവരും ഒരുമിച്ച് വരാൻ പോകുന്നില്ല. ഓരോ പരീക്ഷയും ഓരോ ദിവസമാണ് വെക്കുന്നത്. ആ ദിവസത്തെ പരീക്ഷയിൽ വരുന്ന കുട്ടികളെ അതായത് സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ ബസ്സുകൾ ക്രമീകരിച്ചുകൊണ്ടും സാമൂഹിക അകലം പാലിച്ചുകൊണ്ടും അവരെങ്ങനെ പിക്ക് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസമുള്ളതുകൊണ്ടാണ് ചെയ്യാൻ കഴിയും എന്ന അവകാശവാദത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ നോക്കൂ, ഇപ്പോൾ CBSEയുടെ പരീക്ഷാ കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജൂലൈ 1, 2, 10, 15 തീയതികളിലാണ് പരീക്ഷ. ഇപ്പോൾ ഈ കുട്ടികൾക്ക് അവരുടെ ഹയർ ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഈ പറയുന്ന പരീക്ഷകളൊക്കെ കഴിഞ്ഞ് ആ സാഹചര്യം ഒരുങ്ങണമല്ലോ. അതല്ലാതെ ജൂൺ പകുതിക്കോ ജൂലൈ തുടക്കത്തിലോ ഉയർന്ന ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ഈ കലണ്ടർ അനുസരിച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥിതിക്ക് ഇപ്പോ ഈ മെയ് അവസാന വാരം തന്നെ പരീക്ഷ നടത്തേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ പരീക്ഷ നടത്തിയതുകൊണ്ട് ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളതാണ്. അല്ല, ആ പരീക്ഷ നമ്മൾ നടത്തിയില്ലെങ്കിൽ നമ്മൾ പരീക്ഷ നടത്താതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളിപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ അത് നടത്താൻ കഴിയുമെന്ന വിശ്വാസം ഒരു ഗവൺമെന്റ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഗവൺമെന്റ് വിശ്വസിക്കുക. ഞാൻ ഗവൺമെന്റ് സിസ്റ്റത്തെ നിങ്ങൾ ഒരിക്കലും കുറച്ച് കാണരുത്. ഗവൺമെന്റ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിലും പൂർണ്ണമായ ആത്മവിശ്വാസം കൈവന്ന ശേഷമാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. അതിലാരും അനാവശ്യമായി നമ്മൾ ആശങ്ക ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളിപ്പോൾ കുട്ടികളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് മറ്റെല്ലാ പരീക്ഷകളും നമ്മളെല്ലാം ഒഴിവാക്കി അവരെ പ്രൊമോഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. ഇത് പബ്ലിക് എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ആ പബ്ലിക് എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിനി അത് കഴിഞ്ഞ് അവരുടെ ഡിഗ്രിക്കാണെങ്കിലും പ്രീ ഡിഗ്രിക്കാണെങ്കിലും അല്ല +2-നാണെങ്കിലും ചേരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒരു വരാൻ പോവാണ്. അപ്പോൾ പരീക്ഷ നടത്തിയാൽ മാത്രം പോരാ, വാല്യുവേഷൻ കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കുറേയേറെ പരീക്ഷ നടത്തിയിരിക്കുന്നു, അതിന്റെ വാല്യുവേഷൻ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1-2 പരീക്ഷയുടെ മാത്രം നടത്താതിരിക്കുമ്പോൾ കുട്ടികളുടെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രഖ്യാപിക്കാതിരിക്കുന്ന സാഹചര്യം വരുമ്പോൾ ലക്ഷക്കണക്കായ കുട്ടികളുടെ 10,000-കണക്കായ കുട്ടികളുടെ ഭാവിയെ അത് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യം ഇവർക്ക് കൂടി ഉള്ളതുകൊണ്ടാണ് വളരെയധികം ആലോചിച്ച ശേഷം ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഒരിക്കലും അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രശ്നമുണ്ടാകും എന്ന് മുൻകൂട്ടി പറയുന്നില്ല. ഞാൻ ആ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചു. ഞാൻ അങ്ങനെയൊക്കെ വരാൻ ദയവായി തുടരും. ശ്രീ NK പ്രേമചന്ദ്രൻ, ഇപ്പോ ഈ 4ാം ഘട്ടത്തിൽ ലോക്ഡൌണുകളിൽ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. താങ്കൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടാകും. സംസ്ഥാനത്തെ സംബന്ധിച്ചാണെങ്കിൽ പരീക്ഷകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ബിവറേജസ് കോർപ്പറേഷൻ വഴിയും ബാറുകൾ വഴിയുമുള്ള മദ്യവിൽപ്പന അടുത്ത ദിവസം തന്നെ പാഴ്സൽ അടിസ്ഥാനത്തിൽ ആരംഭിക്കും. അതുപോലെ തന്നെ ജില്ലകൾക്കകത്തുള്ള പൊതുഗതാഗതം ആരംഭിക്കാൻ പോവുകയാണ്. പരിമിതമായ വിധത്തിൽ കുറച്ചുകൂടി കൂടുതൽ സൗകര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഇളവുകൾ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എല്ലാ കാലത്തും അടച്ചിടാൻ കഴിയില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് സാമാന്യമായി അറിയാൻ ബുദ്ധിമുട്ടുള്ള കാര്യവുമല്ല. ഈ നീക്കങ്ങളെല്ലാം പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും അതിനെപ്പോ വിയോജിക്കേണ്ട കാര്യങ്ങൾ ഏതെങ്കിലും അതിനകത്തുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഗവൺമെന്റ് നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ VS സുനിൽകുമാർ പറഞ്ഞതുപോലെ ഗവൺമെന്റിന്റെ കോൺഫിഡൻസ് ആണ് ഈ കാര്യത്തിൽ വളരെ പ്രധാനം. ഗവൺമെന്റിന് അത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന ആത്മവിശ്വാസത്തോടുകൂടി ഗവൺമെന്റ് ചെയ്യുമ്പോൾ അതിലൊരു വിയോജിപ്പിന്റെ സ്വരം അല്ലെങ്കിൽ വിയോജിപ്പ് പറയേണ്ട ഒരു കാര്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിനകത്ത് ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു ചെറിയ ആശങ്ക ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ മദ്യഷാപ്പുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. കാരണം അതിനകത്ത് തുറക്കണ്ട എന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ക്രമാനുഗതമായിട്ടാണ്. വേറൊരു വലിയ സങ്കീർണമായിട്ടുള്ള ഒരു ചോദ്യം ബഹുമാനപ്പെട്ട ഡോക്ടർ ഫസൽ ഗഫൂർ ഒരു അക്കാദമിക് ഡിബേറ്റിന് വേണ്ടി തന്നെയാണ് ഈ പ്രശ്നം കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ സൂചിപ്പിച്ചു. ലോജിക്കൽ ആൻസറും ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാം. നമ്മൾ 500-ൽ താഴെ കേസുള്ള സമയത്താണ്, കോവിഡ് പോസിറ്റീവ് കേസുള്ള സമയത്താണ് അബ്സല്യൂട്ട് ആൻഡ് കംപ്ലീറ്റ് ലോക്ക്ഡൌൺ, നാഷണൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. ഇപ്പം നമ്മൾ 1 ലക്ഷത്തിലേക്ക് കടക്കുമ്പോഴാണ് നമ്മൾ ലോക്ക്ഡൌൺ റിലാക്സ് ചെയ്യുന്നത്. അപ്പൊ ഇത് ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള ഒരു ഇതുണ്ടായി. അപ്പൊ ഈ ലോക്ക്ഡൌണിനെ സംബന്ധിച്ചിടത്തോളം ഞാനത് എന്റെ വ്യക്തിഗതമായിട്ടുള്ള അഭിപ്രായമല്ല, ഞാൻ വേറെ വഴിയില്ല.
വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ICMR ഒക്കെ പറയുന്ന മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കുക മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ. ഞാനത് സമ്മതിക്കുന്നു. എനിക്ക് തോന്നുന്നു ആ പ്രശ്നം കൂടി ചർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ സൂചിപ്പിച്ചു വന്നത്, അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ കേന്ദ്ര ഗവൺമെന്റും ICMRും നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് വിധേയമായി നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നമ്മളിപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് അനുവദിക്കുന്നില്ല, ജില്ലാ തലത്തിലുള്ള ട്രാൻസ്പോർട്ട് അനുവദിക്കുന്നു. നല്ല കാര്യം. കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ട്രയൽ ആൻഡ് എറർ മെത്തേഡ് മാത്രമേ ഈ കാര്യത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയൂ, പ്രായോഗികമാക്കാൻ കഴിയൂ. കാരണം ഒരു മുൻപരിചയമില്ലാത്ത, മുന്നനുഭവമില്ലാത്ത ഒരു കാര്യം ഗവൺമെന്റുകൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന, WHO നിർദ്ദേശിക്കുന്ന, ആരോഗ്യരംഗത്തെ വിദഗ്ധർ നിർദ്ദേശിക്കുന്ന അവരുടെ നിർദ്ദേശോപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായി അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുത്തലുകൾ നടത്തി മാത്രമേ ഈ പ്രക്രിയ പൂർത്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മുഴുവൻ ബാറുകളും, മുഴുവൻ ബവറേജസ് ഔട്ട്ലെറ്റുകളും, കൺസ്യൂമർ ഫെഡിന്റെ ലിക്കർ ഔട്ട്ലെറ്റുകളും, അതുപോലെ ക്ലബ്ബുകൾ ഉൾപ്പെടെയുള്ള ഈ മുഴുവൻ ഒറ്റയടിക്ക് തുറക്കുന്നു. നമ്മൾ പൊതുഗതാഗതത്തിന്റെ കാര്യത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു, പരീക്ഷകൾ മാത്രം നടത്തുന്നു, സ്കൂളുകളും കോളേജുകളും അടച്ചിടുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് ഇതെല്ലാം കൂടി തുറക്കുന്നു. അതിനൊരു ലോജിക്കൽ ആൻസർ ഉണ്ടാകും. എനിക്ക് തന്നെ അറിയാം ആൻസർ. ബഹുമാനപ്പെട്ട മന്ത്രി എന്താ പറയാൻ പോകുന്നതെന്ന്. കാരണം സാമൂഹ്യ അകലം കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ബവറേജസ് ഔട്ട്ലെറ്റുകൾ മാത്രമായാൽ. പക്ഷെ അത് നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ചെയ്യുന്നതിന് പകരം, കാരണം 56 ദിവസം കഴിഞ്ഞു കേരളത്തിൽ ലിക്വർ ബാൻ ഏർപ്പെടുത്തിയിട്ട്. പക്ഷേ നമ്മൾ ഈ ഉത്കണ്ഠപ്പെടുന്ന, അന്ന് ആദ്യത്തെ ഘട്ടത്തിൽ ആശങ്കപ്പെട്ടിരുന്ന രൂപത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് മാത്രമാണ് എനിക്കൊരു അല്പം യുക്തിരഹിതമായി തോന്നിയത്. ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആവർത്തിച്ച് പറയാം, ഈ കാര്യത്തിലും ഗവൺമെന്റ് തന്നെയാണ്, ഗവൺമെന്റിന്റെ കോൺഫിഡൻസ് തന്നെയാണ് പ്രധാനം. ആ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അതിൽ വിയോജിക്കേണ്ട ഒരു കാര്യവും മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം തോന്നുന്നില്ല. റൈറ്റ്, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ A. M. ആരിഫ് MP ഇപ്പോ നാളെ ഡൽഹിയിൽ നിന്നുള്ള ട്രെയിൻ മലയാളി വിദ്യാർത്ഥികളെയും കൊണ്ടുവരികയാണ്. ഇപ്പോഴും വിദ്യാർത്ഥികളായിട്ടും അതുപോലെ തന്നെ തൊഴിലിലും മറ്റും പോയി ഇപ്പോ ജോലി ഇല്ലാത്തവരായിട്ടും ഒക്കെയുള്ള നിരവധി മലയാളികൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർ പലയിടങ്ങളിലും കുടുങ്ങിക്കിടക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ രോഗബാധ ഇന്ന് 29 എന്ന നമ്പർ നൽകുന്നു. തീർച്ചയായിട്ടും ഈ ലോക്ഡൌൺ ഇളവുകളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും ഇപ്പോഴും നമ്മുടെ പൗരന്മാരുടെ, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പലതരത്തിലുള്ള ആശങ്കകൾ, പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിലുള്ള ആളുകളുടെ ആശങ്കകൾ അവസാനിച്ചിട്ടില്ല. അതുകൂടി അഭിസംബോധന ചെയ്യപ്പെടേണ്ടേ? തീർച്ചയായും ഞാനിവിടെ ബഹുമാനപ്പെട്ട എൻ്റെ കൂടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള മറ്റ് വിശിഷ്ട അതിഥികൾ അഭിപ്രായപ്പെട്ടതിനെ കൂട്ടിച്ചേർത്ത് പറയാനുള്ള എൻ്റെ കാര്യം കൂടി പറയുമ്പോഴാകും അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമുക്ക് ക്ലിയറൻസ് കിട്ടുക എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്ത് WHO ഒരു കാര്യം സുവ്യക്തമായി പറഞ്ഞു. ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാവേണ്ട ഒരു ഘട്ടം ഇതാണ്. എന്തുകൊണ്ട് ലോക്ഡൌൺ ഇളവുകളിലേക്ക് നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീ N. K. പ്രേമചന്ദ്രൻ പറഞ്ഞപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന എണ്ണത്തെക്കാൾ 500-ൽ നിന്ന് 1,00,000 ആയപ്പോൾ നമ്മൾ ഇളവുകളിലേക്ക് പോവുകയാണല്ലോ. വാസ്തവത്തിൽ ആദ്യം ഉണ്ടാകേണ്ട സ്ട്രിക്ട്നെസ്, ആദ്യം എടുക്കേണ്ട സ്ട്രിക്ട്നെസ് ഇപ്പോൾ എടുക്കേണ്ട സാഹചര്യം നിലനിൽക്കുമ്പോൾ, എണ്ണ വെച്ച് നോക്കുമ്പോൾ നമ്മൾ റിലാക്സ് ചെയ്യാനാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് റിലാക്സ് ചെയ്യാൻ പോകുന്നു എന്നതിന്റെ വസ്തുതാപരമായ പരിശോധനയിലേക്ക് പോകുമ്പോൾ WHO ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? വൈറസ് ഉടനെയെങ്ങും വിട്ടുപോകാൻ പോകുന്നില്ല. അതിന് രൂപപരിണാമങ്ങൾ സംഭവിച്ച്, മ്യൂട്ടേഷൻ സംഭവിച്ച്, വിവിധ രൂപഭാവങ്ങളോടുകൂടി വൈറസ് നമ്മളോടൊപ്പം സഞ്ചരിക്കാൻ പോവുകയാണ്, സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഉടനെയെങ്ങും അത് പോകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ കണക്കാക്കാതിരുന്ന, ആൻസിപ്പേറ്റ് ചെയ്യാതിരുന്ന, മുൻകൂട്ടി കാണാതിരുന്ന ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിതീവ്ര വർഷമാണ് വരാൻ പോകുന്നത്, മഴ പെയ്യാൻ പോകുന്നു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ചില സൂചനകൾ ഇന്ന് ഒഡീഷയിലും ബംഗാളിലുമൊക്കെയായി പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതും കൂടി വന്നാൽ കേരളത്തിലേക്കുള്ള ഈ പരീക്ഷകളെല്ലാം മാറ്റിവെക്കുക, അനന്തമായി മാറ്റിവെക്കുക എന്നതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഭാവി, അവരെല്ലാം കേരളത്തിലെയോ ഇന്ത്യയിലെയോ മാത്രമുള്ള ഹയർ സ്റ്റഡീസ് മാത്രം ആസ്പദമാക്കിയിട്ടുള്ള കുട്ടികളല്ല. അപ്പൊ അവർക്ക് ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യങ്ങളെല്ലാം ഹയർ സ്റ്റഡീസുമായി കണക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് കേരളം അഭിമുഖീകരിക്കാൻ പോകുന്ന അഭിമുഖീകരിക്കുമെന്ന് ഉണ്ടാവാതിരിക്കട്ടെ, പക്ഷെ നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് നമ്മൾ അതിവർഷത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നാണ്. അപ്പൊ ആ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഗവൺമെന്റിന്റെ കോൺഫിഡൻസ് ആണ് ഇക്കാര്യത്തിൽ പ്രതിഫലിച്ചു കാണുന്നത്. അപ്പൊ തീർച്ചയായും നമ്മുടെ സഹോദരങ്ങൾ ഇതര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവര്, സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും വരുന്നവരുടെ എല്ലാം എണ്ണം നോക്കുമ്പോൾ നമുക്ക് ആശങ്കയ്ക്ക് വകയുണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അതിനെ നമുക്ക് കർശനമായ നിർദ്ദേശങ്ങൾ നമ്മുടെ ശീലമാക്കി മാറ്റാൻ, നമുക്ക് സമൂഹത്തെ പഠിപ്പിക്കാൻ മാധ്യമങ്ങളും ജനപ്രതികളും എല്ലാ സമൂഹത്തിലെ എല്ലാവരും കൂടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ പ്രതിരോധിക്കാൻ കഴിയും. ആ ഒരു പ്രതിരോധ സംവിധാനത്തെ കണ്ടുകൊണ്ടാണ്, കേരളത്തിന്റെ ആ ശക്തിയാണ്
ആ ആ ആ ആത്മവിശ്വാസമാണ് നമുക്കിതെല്ലാം ചെയ്യാൻ പ്രേരണ നൽകുന്നത്. ശരി. ബാക്കിയെല്ലാം മറ്റുള്ളവർ കൂട്ടിച്ചേർത്തത് ഓക്കെ, വ്യക്തമാണ് ആ കാര്യം. ഡോക്ടർ വി ജി പ്രദീപ് കുമാർ, ഇവിടെ ഉന്നയിക്കപ്പെട്ട ഒരു സംശയം, അതൊരു ഏത് സാധാരണക്കാരനും മനസ്സിൽ തോന്നുന്ന സംശയമാണ്. കാരണം ഇത്രയധികം രോഗബാധ ഇല്ലാതിരുന്ന സമയത്ത് വളരെ കർക്കശമായിട്ടുള്ള ലോക്ക്ഡൌൺ, ഇപ്പോ രോഗബാധ, ഇന്ത്യയിലെ രോഗബാധ 1 ലക്ഷത്തിലേക്ക് അടുക്കുമ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ലോക്ക്ഡൌൺ, ഇതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യം. രണ്ടാമത്തേത്, ഇപ്പോൾ നമ്മൾ ധാരാളം ഇളവുകൾ കൊടുക്കുന്നു. കേന്ദ്രം, സംസ്ഥാനങ്ങൾ ഇവരൊക്കെ ഇളവുകൾ നൽകുകയാണ്. ജീവിതം പഴയ നിലയിലേക്ക് വന്നില്ലെങ്കിലും ഭാഗികമായെങ്കിലും ജീവിതം പഴയ നിലയിലാകുന്നതിന്റെ സൂചനകളും അതിനുമായി ബന്ധപ്പെട്ട നടപടികളും ഒക്കെയാണ് നടക്കുന്നത്. ഇപ്പോഴത്തെ രോഗബാധയുടെ ഈ ഘട്ടത്തിൽ IMAയുടെ കാഴ്ചപ്പാടിൽ ഇത്രയും ഉദാരമായിട്ടുള്ള സമീപനം സ്വീകരിക്കാമോ, സ്വീകരിക്കേണ്ടേ? എന്താണ് ആ കാര്യത്തിലെ നിലപാട്? ആദ്യമായി ലോക്ക്ഡൌണിനെ കുറിച്ച് പറയാം. ലോക്ക്ഡൌൺ എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് 500ഓളം കേസുകളിലപ്പോഴാണ് രാജ്യത്ത് എമ്പാടും ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയത്. കേരളത്തിൽ അതിന് മുമ്പ് തന്നെ ഏർപ്പെടുത്തുകയും ചെയ്തു. IMA ഉൾപ്പെടെ ലോക്ക്ഡൌൺ നേരത്തെ തന്നെ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. ഈ ലോക്ക്ഡൌൺ സംബന്ധിച്ച് നമ്മൾ ഒരു പ്രദേശത്തുണ്ടാകുന്ന കേസുകൾ, ഈ പാൻഡമിക് എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലേക്കും പൊട്ടിപ്പുറപ്പെടുന്ന, ലോകമെമ്പാടും പറന്നു പിടിക്കുന്ന സാംക്രമിക രോഗത്തെയാണ് പാൻഡമിക് എന്ന് പറയുന്നത്. അത്തരം പാൻഡമിക്കുകൾ വരുമ്പോൾ നമുക്ക് ആളുകളിൽ നിന്നാണ് വ്യാപനം ഉണ്ടാകുന്നത്. പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ COVID-19 ആദ്യകാലത്ത് എല്ലാ പഠനങ്ങളും തെളിയിച്ചത് ഒരു രോഗിയിൽ നിന്നുള്ള സമ്പർക്കത്തിലൂടെയാണ് അടുത്ത ആൾക്ക് പകരുന്നതെന്നാണ്. അല്ലാണ്ട് പൊതുസമൂഹത്തിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് പകരുന്ന ഒരു അസുഖമല്ല ഈ രീതിയിലുള്ള COVID-19. അതുകൊണ്ട് തന്നെ ഈ രോഗികളായ ആളുകൾ, രോഗലക്ഷണങ്ങൾ, രോഗാണുവാഹകരായ ആളുകൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള ചലനം, അവരുടെ യാത്ര, സഞ്ചാരം, അതാണ് രോഗത്തെ കൂടുതൽ മൂർച്ഛിപ്പിച്ചു. പ്രത്യേകിച്ച് ഇറ്റലിയിലെല്ലാം പിന്നെ വുഹാനിൽ നിന്ന് വന്നു, ചൈനയിൽ നിന്ന് വന്നപ്പോഴെല്ലാം ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആളുകൾ തമ്മിൽ വ്യാപനത്തെ പെട്ടെന്ന് നമ്മൾ തടഞ്ഞു നിർത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും, മനുഷ്യ സമൂഹത്തിനെല്ലാം ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അത് തന്നെയാണ് ഇത്തരം ഒരു വലിയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തെ 10,000 കേസ് 500-നും 10,000 എത്താൻ ഏകദേശം 38 ദിവസം എടുത്തു. പിന്നീടുള്ളത് തീർച്ചയായിട്ടും അതിന്റെ വ്യാപന രീതി വെച്ച്, വൈറസിന്റെ COVID-19 വ്യാപന രീതി വെച്ച് 1 നിന്നും 5, 10, 10 മടങ്ങായി വർദ്ധിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പെരുകിക്കൊണ്ടുള്ള ഒരു വ്യാപന രീതിയാണ്. പക്ഷേ എങ്കിൽ പോലും ഇന്ത്യ പോലെയുള്ള 135 കോടിയോളം ഉള്ള ഏറ്റവും വലിയ മഹാരാജ്യത്ത് നമ്മുടെ നിലവിലുള്ള ആരോഗ്യ സംരക്ഷണ സ്ഥിതിയും ചികിത്സാ സംവിധാനങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യമായിട്ടുള്ള നമ്മുടെ സാമ്പത്തിക അവസ്ഥയും പൊതുസമൂഹത്തിന്റെ ജീവിത രീതിയും എല്ലാം വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് വലിയ തോതിലുള്ള നമുക്കുള്ള ഒരു പിടിച്ചു നിർത്തൽ തന്നെയാണ് ലോക്ക്ഡൌൺ കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. കാരണം 135 കോടി ജനങ്ങളുള്ള സ്ഥലത്ത് നമുക്ക് ഇപ്പോഴും 1 ലക്ഷം ആളുകൾ ഏകദേശം 70-80 ദിവസം കൊണ്ടേ നമുക്ക് എത്തിച്ചുള്ളൂ. അത് വലിയൊരു കാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചൈന പോലെയോ ബാക്കിയുള്ള പല രാജ്യങ്ങളെ പോലെയോ കൊറിയ പോലെയോ നമുക്കുള്ള ആരോഗ്യ ചികിത്സാ സംവിധാനങ്ങളില്ല. പ്രതിരോധത്തിനുൾപ്പെടെ നമുക്കുള്ള ആളുകൾക്ക് ഭക്ഷണമില്ലാതെ വലയുന്നു, ഈ പട്ടിണി കിടക്കുന്നു. ഇതെല്ലാം തന്നെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യ രാജ്യത്ത് നമുക്ക് ഈ ലോക്ക്ഡൌൺ തന്നെയാണ് പ്രധാന മാർഗം. ഇത് മാത്രമല്ല പല അസുഖങ്ങൾക്കും, ലോകത്തിൽ ബാധിച്ച പല അസുഖങ്ങളിലും നമ്മുടെ ബ്യൂബോണിക് പ്ലേഗ് ആവട്ടെ, അല്ലെങ്കിൽ നേരത്തെയുള്ള സ്പാനിഷ് ഫ്ലൂ ആവട്ടെ, സാർസ് ആവട്ടെ, അല്ലെങ്കിൽ H1N1, എല്ലാ അസുഖങ്ങൾക്കും ഈ ഒരു വ്യാപനം, രോഗികളിൽ നിന്ന് വ്യാപനത്തിൽ അതിന് തീർച്ചയായിട്ടും ലോക്ക്ഡൌൺ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. അത് സൂചിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ്. ഇനി ഈ കാലഘട്ടത്തിൽ ലോക്ക്ഡൌൺ ഇളവുകൾ കൂടുതൽ അനുവദിക്കുന്നു, രോഗികൾ പെരുകുന്നു. അത് ഈ അടുത്ത വ്യാപനത്തിന്റെ അടുത്ത ഘട്ടത്തിൽ തന്നെയാണ് ലോകാരോഗ്യ സംഘടന മാത്രമല്ല എല്ലാ സംഘടനകളും, ആരോഗ്യ സംഘടനകളും ICMR ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതാണ്. ജൂൺ ജൂലൈ മാസമാകുമ്പോൾ രോഗികളെല്ലാം ക്രമാനുഗതമായിട്ട് പെരുകിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ ലോക്ക്ഡൌൺ ഇളവുകൾ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പൊതുസമൂഹത്തിൽ ആളുകൾ ഈ രീതിയിലുള്ള ജീവിത രീതി, മാറിയ ജീവിത രീതി പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്താം നിർബന്ധമായിട്ടും. സർക്കാരുകൾ തീർച്ചയായിട്ടും ടെസ്റ്റുകൾ കൂട്ടേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് പുതിയ ICMR ഇന്ന് വന്ന മാർഗനിർദ്ദേശ പ്രകാരം തന്നെ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എവിടെയെല്ലാം സംശയം തോന്നുന്നു അവിടെയെല്ലാം ടെസ്റ്റുകൾ ചെയ്യേണ്ടിയിരിക്കുന്നു. രോഗിയുമായി സമ്പർക്കത്തിലുള്ള ആളുകളെ നിരീക്ഷണത്തിൽ വെക്കുന്നതോടൊപ്പം തന്നെ, ഉദാഹരണത്തിന് ഇപ്പം 80 പേരെ വയനാട്ടിലെ രോഗി സമ്പർക്കമുണ്ടെങ്കിൽ ആ 80 പേർക്കും ടെസ്റ്റ് നടത്തണം. ആ രീതിയിലേക്കുള്ള വ്യാപകമായ ടെസ്റ്റിംഗ് കൂട്ടി കൊണ്ടുവരേണ്ടതുണ്ട്. ശരി, വ്യാപകമായ ടെസ്റ്റിംഗ് ഏർപ്പെടുത്തണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഡോക്ടർമാരുടെ സംഘടനകൾ ഉന്നയിക്കുന്നതാണ്. നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാം. അതിനു മുൻപ് ശ്രീ VS സുനിൽകുമാർ, ലോക്ക്ഡൌൺ എല്ലാ കാലത്തേക്കുമായി തുടരാൻ കഴിയില്ല, അതിൽ ഇളവുകൾ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അങ്ങനെ ഇളവുകൾ കൊടുക്കുന്നത് ജനങ്ങളുടെ ജീവിതമാർഗം അടഞ്ഞു പോകാതിരിക്കാൻ, അവരുടെ ജീവസന്ധാരണ മാർഗങ്ങൾ തിരികെ പിടിക്കാൻ ഒക്കെയാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ അത്തരം കാര്യങ്ങൾക്ക് സ്വാഭാവികമായി മുൻഗണന കിട്ടും. അതിനപ്പുറത്ത് ഇപ്പോൾ ക്ലബ്ബുകളിൽ 5 പേർക്ക് വരാം, അങ്ങനെ ക്ലബ്ബുകളുടെ പ്രവർത്തനം പുനരാരംഭിക്കാം, എല്ലാ മദ്യം കിട്ടുന്ന ഷോപ്പുകളും തുറക്കാം. ഇതൊന്നും അങ്ങനെ നേരിട്ട് ജനങ്ങളുടെ ജീവസന്ധാരണ മാർഗങ്ങളുമായി ബന്ധപ്പെടുന്നവയല്ലല്ലോ. അപ്പോൾ അത് ഈ ഘട്ടത്തിൽ നേരത്തെ ശ്രീ NK പ്രേമേന്ദ്രൻ ചോദിച്ചതുപോലെ എല്ലാം ഇപ്പോൾ തന്നെ തുറന്ന് അതിൽ ഘട്ടമൊന്നുമില്ലാതെ അങ്ങനെയൊക്കെ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയരുമല്ലോ.
ഞാൻ ആദ്യം ബഹുമാനായ ശ്രീ എൻ കെ പ്രേമേന്ദ്രന്റെ വളരെ ക്രിയാത്മകമായിട്ടുള്ള പ്രതികരണത്തിന് ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയാണ്. കാരണം അദ്ദേഹം വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഡിസ്കഷനാണ് നടത്തിയിരിക്കുന്നത്. അല്ലാതെ പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിനകത്തുള്ള ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, കേരളം ഒരിക്കലും കേരളത്തിലെ മദ്യഷാപ്പുകൾ തുറക്കുന്ന കാര്യത്തിൽ ഘട്ടം ഘട്ടമായിട്ടുള്ള സമീപനം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം തന്നെ എല്ലാ ഔട്ട്ലെറ്റുകളും ഒറ്റ ദിവസം തുറന്നപ്പോഴുണ്ടായിട്ടുള്ള ഒരു പമ്പിങ്, ജനങ്ങളുടെ എല്ലാം തന്നെ ഒരു ഡാം തുറന്ന പോലെയുള്ള കിലോമീറ്റർ നീളുന്ന ക്യൂളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഗവൺമെന്റ് സമീപനം എന്തായിരുന്നു? നമ്മളിപ്പോൾ തുറക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. എന്നാൽ നമ്മൾ കള്ള് ഷാപ്പുകൾ തുറക്കാൻ കാരണം അതിന് മുമ്പ് മെയ് മാസം 3-ാം തീയതി തുറക്കാൻ, പിന്നെ ലോക്ക്ഡൌൺ കഴിയുന്ന നിലയ്ക്ക് ഷാപ്പുകൾക്ക് മുമ്പായിട്ട് ചെത്തൊഴിലാളിക്ക് ചെത്താൻ അനുവാദം കൊടുത്തു. അവർ കള്ള് ഉൽപ്പാദിപ്പിക്കാൻ വരുന്നു എന്നുള്ളത് കൊണ്ട് നിയന്ത്രിതമായ രീതിയിൽ കള്ള് ഷാപ്പുകൾ ആദ്യം തുറന്നു. കള്ള് ഷാപ്പുകൾക്ക് ശേഷം നമ്മൾ തീരുമാനിച്ചതാണ് വെർച്വൽ ക്യൂ എന്ന് പറയുന്ന സിസ്റ്റം എന്നാണോ വരുന്നത് ആ സമയത്ത് മാത്രമാണ് നമ്മുടെ ബെവ്കോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഔട്ട്ലെറ്റ് തുറക്കാൻ പോകും. അതിന്റെ ക്യൂ സിസ്റ്റം എങ്ങനെയാണ്? 1 മണിക്കൂർ മുമ്പ് നമ്മൾ എത്ര ആളുകൾക്ക് നിങ്ങൾക്ക് ഓൺലൈൻ വഴി കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പർ അനുസരിച്ച് ആൾക്കാർക്ക് മാത്രമേ എവിടെയാണോ അവർ വരുന്ന ആ സ്ഥലത്തേക്ക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വന്ന് അവർക്കത് കൃത്യമായി അകലം പാലിച്ചുകൊണ്ട് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും. അടുത്ത സ്റ്റെപ്പ് വരുന്നത് പിന്നെയുള്ള രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്കാണ്. അപ്പോൾ സാധാരണ നിലയിൽ മദ്യഷാപ്പ് തുറക്കുന്ന രീതിയിലല്ല നമ്മൾ തുറക്കുന്നത്. ഇപ്പൊ സുപ്രീം കോടതിയിൽ തന്നെ മദ്യഷാപ്പ് തുറക്കുന്നതിനെതിരായിട്ട് ഹർജി കൊടുത്തവരോട് സുപ്രീം കോടതി അവരുടെ കോടതി ചെലവ് 1 ലക്ഷം രൂപ വെച്ച് അത് തള്ളിക്കളയേണ്ടായത്. അതിന് കാരണം എന്താണ്? അത് തുറക്കണം എന്നുള്ള അഭിപ്രായം സുപ്രീം കോടതി കൂടി പറഞ്ഞില്ല. അപ്പൊ സുപ്രീം കോടതി ഓൺലൈൻ വഴി വേണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താണ്? ഈ രീതിയിലുള്ള വെർച്വൽ ക്യൂ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രജിസ്ട്രേഷൻ പരിപാടികൾ, അതിന്റെ ക്രമീകരണങ്ങൾ വരുത്തിയ ശേഷം മാത്രമേ അത് തുറക്കാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഒന്നിച്ചു തുറക്കല്ല. ബാറുകളാണെങ്കിൽ നമ്മൾ തുറക്കുന്നത് ഇതിന്റെ ഭാഗമായി അവിടെയും. അപ്പോൾ ഈ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് ഡിവൈഡ് ചെയ്ത് കുറച്ച് ആളുകൾ വീതം എവിടെയും പോയിട്ട് വാങ്ങാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ക്ലബ്ബുകളിലും അത് വ്യക്തമായി തന്നെ ക്ലബ്ബിലെ മെമ്പർമാരായിരിക്കുന്ന ആളുകൾക്ക് അതിന്റെ ക്രമീകരണം വരുത്തിക്കൊണ്ട് മാത്രമേ അവിടെ വാങ്ങാനും പാർസലായിട്ട് കൊണ്ടുപോകാനും കഴിയുള്ളൂ. ഇതെല്ലാം ചെയ്യുന്നത് അങ്ങ് ആശങ്കപ്പെട്ടതുപോലെ എല്ലായിടത്തും ഒന്നിച്ചു തുറക്കുന്ന പോലെ മറ്റു പല സ്റ്റേറ്റുകളിലും എല്ലാ സ്റ്റേറ്റുകളിലും ചെയ്തതുപോലെ ഇതിനേക്കാൾ കൂടുതൽ റെഡ് സോണുള്ള സ്റ്റേറ്റുകളടക്കം ധാരാളമായിട്ട് ആളുകൾ ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന മഹാരാഷ്ട്രയിലടക്കം ഡൽഹിയിലടക്കം മദ്യഷാപ്പുകൾ തുറന്നതുപോലെയുള്ള രീതിയിലല്ല സംസ്ഥാനത്ത് മദ്യഷാപ്പുകളുടെ തുറക്കാൻ പോകുന്നതെന്ന് മാത്രമല്ല അത് വ്യക്തമായ നിയന്ത്രണങ്ങളും ക്രമീകരണങ്ങളും വരുത്തി സോഷ്യൽ ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ടും ഒരു തിക്കും തിരക്കും ഇല്ലാതെ തന്നെ ഒരു മാതൃകാപരമായ രീതിയിലായിരിക്കും മദ്യഷാപ്പുകൾ അല്ലെങ്കിൽ വിദേശ മദ്യഷാപ്പുകൾ തുറക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം കൂടി ഒന്നിച്ച് തുറന്ന് അവിടെ ബഹളം ഉണ്ടാക്കാനല്ല ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ IMAയുടെ പ്രതിനിധി സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അദ്ദേഹം തന്നെ ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞതിനോട് എനിക്കൊരു അഭിപ്രായമുള്ളത്, ലോക്ക്ഡൌൺ പിൻവലിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എന്താണ്? ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് എല്ലായിടത്തും ഒരുപോലെയല്ല. ഓരോ സ്റ്റേറ്റുകളും ആ സ്റ്റേറ്റിന്റെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കാമെന്നുള്ളതാണ്. അപ്പൊ ചില കാര്യങ്ങളിൽ ICMR പറഞ്ഞതിനേക്കാൾ കർക്കശമായ നിലയിലേക്ക് പല സ്റ്റേറ്റുകളും പോയിരിക്കുന്നു. കാരണം ഈ ലോക്ക്ഡൌണും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ 1 ലക്ഷം എന്നുള്ളത് ഒരു 10-15 ലക്ഷമായിട്ട് മാറുമായിരുന്നു ഇന്ത്യയിൽ. അപ്പൊ അതിലേക്ക് വരാതിരുന്നതിന് കാരണം ലോക്ക്ഡൌൺ തന്നെയാണ്. ലോക്ക്ഡൌൺ നമുക്ക് ഗുണമുണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ലോക്ക്ഡൌൺ ചെയ്തിട്ടും പല പ്രദേശങ്ങളിൽ വ്യാപിപ്പിക്കുന്നതുകൊണ്ടാണ് കണ്ടെയ്ൻമെന്റ് സോണുകളും റെഡ് സോണുകളും ആ രീതിയിലുള്ള സോണുകളാക്കി തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ രോഗം എവിടെ കേന്ദ്രീകരിക്കുന്നോ ആ കേന്ദ്രീകരിക്കുന്ന സ്ഥലത്ത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ആരും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ കേരളത്തിൽ തന്നെ ഇപ്പോ കണ്ടെയ്ൻമെന്റ് സോൺ ഉണ്ടെങ്കിൽ അവിടെ കടക്കാൻ പറ്റില്ല, റെഡ് സോൺ ആണെങ്കിൽ അവിടെ സീൽ ചെയ്യും. അപ്പൊ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ച ഇപ്പോഴും വന്നിട്ടില്ല. കേരള ഗവൺമെന്റ് ആണെങ്കിൽ പോലും നമ്മൾ കോവിഡിന്റെ വ്യാപന സാധ്യത എവിടെയുണ്ടോ അവിടെ ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല. അവിടെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത രീതിയിലുള്ള റിലാക്സേഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ എല്ലാ പ്രശ്നത്തിനും പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാം പതിവ് പോലെ എല്ലാ വരമ്പും തുറന്നിട്ടിരിക്കുന്നു വിചാരിക്കരുത്. ഒരു വരമ്പും തുറന്നിട്ടില്ല. എല്ലാ വരമ്പിലും നിയന്ത്രണമുണ്ട്. കടന്നു പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. അതോടൊപ്പം 50-56 ദിവസത്തെ നമ്മുടെ മലയാളികളുടെ ഒരു സ്വയം പരിശീലനം ഉണ്ടായിട്ടുണ്ട്. എന്താണ് രോഗം, അങ്ങനെ പ്രതിരോധിക്കണം, എങ്ങനെ സാനിറ്റൈസേഷൻ ചെയ്യണം, തുപ്പാതിരിക്കുന്നതിന് കാരണം എന്താണ്, എങ്ങനെ മാസ്ക് ധരിക്കണം, ആളുകളോട് എങ്ങനെ പെരുമാറണം, ഷെയ്ക്കൻ ചെയ്യാൻ പാടില്ല, കെട്ടിപ്പിടിക്കാൻ പാടില്ല, ഒരുമിച്ചിരിക്കാൻ പാടില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പൊതുവായൊരു സാമൂഹ്യ അവബോധം ഉണ്ടാക്കാൻ 56 ദിവസം കൊണ്ട് സാധിച്ചു എന്നൊരു വിശ്വാസം നമുക്കുണ്ട്. അതിനെയും കൂടി അടിസ്ഥാനത്തിലാണ് ഹോം ക്വാറന്റൈൻ എന്ന് പറയുന്നതും റൂം ക്വാറന്റൈനും ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ എന്ന് പറയുന്നത്. വരുന്ന രോഗികളെ കൃത്യമായി നമുക്ക് ക്വാറന്റൈൻ ചെയ്യാൻ കഴിയുക, അത് കൃത്യമായി സീൽ ചെയ്യുക. അതോടൊപ്പം IMA പ്രതിനിധി സൂചിപ്പിച്ച പോലെ ടെസ്റ്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക.
ആ ടെസ്റ്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടി കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ടാക്കിക്കൊണ്ട് നിലവിലുണ്ടായിരുന്നതിനേക്കാൾ 2, 3, 4, 5 ഇരട്ടിയിലധികം ടെസ്റ്റ് നടത്താൻ ആവശ്യമായ ക്രമീകരണങ്ങളിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അങ്ങനെ വരുന്നതിന്റെ ഭാഗമായിട്ട് 5, 10 കാറ്റഗറിയിൽപ്പെട്ട ആളുകളെ അടക്കം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം കൂടി ഇപ്പോൾ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സാമൂഹ്യ വ്യാപനം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും അത് വരാതിരിക്കാൻ വേണ്ടിയുള്ള ക്വാറന്റൈൻ സംവിധാനം വിപുലപ്പെടുത്തുകയും ഒരു സാമൂഹ്യ അവബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവാദിത്തത്തോടു കൂടി എല്ലാ പൗരന്മാരും ഈ റിലാക്സേഷനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളൊരു അവബോധം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ നിലയിൽ തന്നെ ഇതിനെ നേരിടാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. അത് കൃത്യമാണ്. ആ തരത്തിലുള്ള സമീപനം ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടത്. ഞാൻ മിനിസ്റ്ററിലേക്ക് വരാം ഒരു നിമിഷത്തിനകം. ശ്രീ ഫസൽ ഗഫൂർ, കോവിഡിനൊപ്പം ജീവിക്കുക എന്നുള്ള കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായമില്ല. ലോകരാജ്യങ്ങളും അതേ സമീപനമാണ് സ്വീകരിക്കുന്നത്. നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടല്ലോ. ഈ വൈറസ് ഇതിന് മരുന്നോ വാക്സിനോ ഒക്കെ കണ്ടുപിടിക്കുന്നത് വരെ ഇവിടെ ഉണ്ടാകും. ആ ഘട്ടത്തിൽ ആ അർത്ഥത്തിൽ നോക്കുകയാണ് എങ്കിൽ ഇപ്പോ എടുത്തിരിക്കുന്ന നടപടികൾ, അത് കേന്ദ്രമാകട്ടെ സംസ്ഥാനമാകട്ടെ, അത് വേണ്ടതാണ്. അങ്ങനെ തന്നെയാണ് നമുക്ക് പഴയ ജീവിതം തിരികെ പിടിക്കാനാവുകയുള്ളൂ എന്ന് ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ താങ്കൾക്ക് തോന്നുന്നില്ലേ? അല്ല, ഇതല്ലാതെ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? അതായത് ഈ കോവിഡ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ജനുവരിയിൽ വന്നതാ. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ കോണിയും പാമ്പും മാതിരിയാണ്. അത് മുകളിലോട്ട് പോവും, പിന്നെ താഴത്തോട്ട് വരും. ഇപ്പം എന്താ വെച്ചാൽ അത് വ്യാപിച്ച് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടുന്ന് വടക്കോട്ട് വ്യാപിച്ച് ഇപ്പം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ ഇന്നലെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ബീഹാറിലൊക്കെ ഈ മാസമാണ് ആദ്യമായിട്ട് 1000-ൽ മുകളിൽ, ഒറീസയിലൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ കോവിഡ് വിട്ടുപോകണ വരെ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് വീട്ടിലിരിക്കുക, ഡോക്ടർമാരാണ്, വീട്ടിലിരിക്കുക, പണമൊക്കെ ഉണ്ട് കയ്യിൽ ഇത്. പക്ഷെ പാവപ്പെട്ടവരുടെ സ്ഥിതി എന്താ ഉണ്ടാവുക? അതേമാതിരി എന്ത് ലോക്ക്ഡൗണാണ് നോർത്ത് ഇന്ത്യയിൽ നടക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ കാര്യം? അങ്ങനെ ഒരു ലോക്ക്ഡൗൺ നടക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് കേട്ടോ ഇത് കണക്ക് പറയുന്നത്, ലക്ഷക്കണക്കിന് ആൾക്കാർ സൈക്കിൾ ഓട്ടിയും നടന്നും കൈക്കുഞ്ഞുങ്ങളെ കൊണ്ടും ഒക്കെ അവർ പോവാണ്. ഇന്ന് ബീഹാർ, ഇന്ന് എൻ്റെ ഓർമ്മ ശരിയാണ്, ഇന്ന് ബീഹാറിലെ നമ്പർ ഓഫ് കേസസ് വന്നത് 300-400 കേസാണ് വന്നിരിക്കുന്നത് ബീഹാറിൽ. 1000 ടച്ച് ചെയ്ത് അങ്ങനെയാണ്. ഈ 300-400 പേരെ ചെക്ക് ചെയ്തപ്പോൾ എല്ലാം മൈഗ്രന്റ് മറ്റേ അതിഥി തൊഴിലാളികളാണ് ഇവിടെ. അപ്പൊ അതിഥി തൊഴിലാളികളുടെ കേസിൽ സംസ്ഥാനങ്ങൾ, നമ്മളല്ല, കേരളമല്ല, അല്ലാത്ത സംസ്ഥാനങ്ങൾ കാണിച്ച നിഷ്ക്രിയത, ഉത്തരവാദിത്തമില്ലായ്മ, അതിന്റെ ഫലമായിട്ടാണ് അവർ നടന്നു അവർ നാട്ടിലോട്ട്. അതൊരു ന്യൂസായി പറഞ്ഞത്, വാക്കിംഗ് ത്രൂ ഇന്ത്യ എന്നൊരു സ്ഥിതിവിശേഷം വന്നിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോവിഡിനെ പേടിച്ചിട്ട് അവസാനം സാധാരണ മധ്യവർഗവും ഉപരിവർഗവും ഇത് അവരവരുടെ വീട്ടുകളിലിരിക്കും. പ്രൊട്ടക്റ്റഡ് ബൈ ആരെക്കൊണ്ട് പ്രൊട്ടക്ട് ചെയ്ത്? ഈ താഴത്ത് കിടക്കുന്ന ആശാ വർക്കറൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, ഈ കുടുംബശ്രീ വർക്കേഴ്സ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമ്മൾ നല്ല സുഖമായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ കയറി ഇരിക്കുകയാണ്, ഒരു കുഴപ്പമില്ലാതെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രൊഡക്ഷൻ നിന്ന് പോവും. പ്രൊഡക്ഷൻ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇങ്ങനെ പ്രൊഡക്ഷൻ പോവുകയാണെങ്കിൽ അത് നമ്മുടെ FCIയുടെ ഗോഡൌണിൽ 30 കോടി ടൺ ഇതുണ്ടായിരുന്ന പറയണത്, ഇത് നമ്മുടെ എന്താ പറയുക, അരി ഉണ്ടെന്നാണ് പറയുന്നത്. അതെല്ലാം തീർന്നുപോയി. ഇപ്പൊ തന്നെ ഒരു സാധനത്തിന് വിലയില്ലാത്ത സ്ഥിതിയായിട്ടുണ്ട്. ഒരു സാധനത്തിന് വിലയില്ല. ഇവിടെ ഞാനിരിക്കുന്ന പെരിന്തൽമണ്ണയിൽ 20 രൂപ ഉള്ള കൈതച്ചക്ക 8 രൂപ വിൽക്കുന്നത്. നമ്മൾ വിചാരിച്ച മാതിരി ബ്ലാക്ക് മാർക്കറ്റിംഗ് എല്ലാം നടക്കുന്നത്. പ്രൊഡ്യൂസ് വിൽക്കാൻ പറ്റാതിരിക്കുന്നത് ജനങ്ങൾ, പാവപ്പെട്ട കർഷകർക്കും കൂട്ടർക്കും ഒക്കെ. ഒരു കാര്യം കൂടെ ആ കൂട്ടത്തിൽ ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ബാധിച്ചിട്ടുള്ളത് 82% ജനങ്ങളും നഗരങ്ങളിൽ താമസിക്കുന്നവരാ. അതിന്റെ അർത്ഥം ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ അത്ര വലിയ പ്രശ്നമില്ല. അത് അവിടെയാണ് ഈ ഗ്രീൻ സോണുകൾ കിടക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഉൽപ്പന്നം അത് ഏത് വിഭാഗത്തിൽ പെട്ടതായാലും വേണ്ടില്ല, അത് അഗ്രികൾച്ചർ ആയാലും ഇൻഡസ്ട്രിയൽ ആയാലും അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം. അപ്പൊ ലോക്ക്ഡൌൺ താഴത്തോട്ട് കൊണ്ടുവന്നേ പറ്റൂ. അല്ലാതെ കാലാകാലം ലോക്ക്ഡൌണിന്റെ ഉള്ളിലിരിക്കുക എന്ന് പറയുന്നത് നമുക്കൊക്കെ ഓക്കെയാണ്. പക്ഷേ താഴെ കിടക്കുന്ന ജനങ്ങൾക്ക് എത്ര കാലം സർക്കാർ അരി കൊടുത്തുകൊണ്ടിരിക്കും? അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനം ശരിയായിട്ടുള്ള തീരുമാനമാണെന്നുള്ള ആൾക്ക് ഡോക്ടറൊക്കെ അവിടെ കെട്ടെ. ഡോക്ടറിനെക്കാട് കൂടുതൽ നമ്മളൊക്കെ സാമൂഹ്യ പ്രവർത്തകരാണല്ലോ. അപ്പൊ ആ നിലക്കാണ് എന്റെ കാഴ്ചപ്പാട്. ശരി. അവിടെ NK പ്രേമചന്ദ്രൻ, ഇന്നിപ്പോ 116 തൊഴിലാളികളാണ് അവരുടെ വീടുകളിലേക്കുള്ള യാത്രാമധ്യേ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പോയ വഴിയിൽ റോഡിൽ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. ഇന്ന് ഗാസിയാബാദിലൊക്കെ തിങ്ങിക്കൂടിയ ആൾക്കൂട്ടമുണ്ട്. സ്വന്തം നാട്ടിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റും മറ്റുമൊക്കെ പ്രതീക്ഷിച്ചെത്തിയിരിക്കുന്ന ആളുകൾ. ഉത്തർപ്രദേശിൽ പ്രിയങ്ക ഗാന്ധി 1000 ബസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ ഈ മൈഗ്രന്റ് ലേബറേഴ്സിന്റെ അവസ്ഥ നമ്മൾ ഓരോ ദിവസവും മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിഭീകരമാണ്. വരാൻ പോകുന്ന ദിനങ്ങൾ പട്ടിണിയുടേതാകാനുള്ള സാധ്യതയുണ്ട്. ഈ കോവിഡ് കൊണ്ട് മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ പട്ടിണി കിടന്ന് മരിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് ഈ ഉൽപാദന സംവിധാനങ്ങൾ, തൊഴിൽ, ഇവയൊക്കെ പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ഈ സർക്കാരിനെ സംബന്ധിച്ച് കോവിഡ് കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളത് പോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമായി വരികയല്ലേ? മൈഗ്രന്റ് ലേബേഴ്സിന്റെ ഇഷ്യൂ
ഇതുമായി കൂട്ടിച്ചേർക്കണ്ട. കാരണം സ്വാതന്ത്ര്യാനന്തര ഭാരതം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമാണ്. സത്യത്തിലൊരു പരിഷ്കൃത ജനാധിപത്യ സമൂഹത്തിന് അപമാനമാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനിച്ച നാട്ടിലേക്ക് 1000 കിലോമീറ്ററിലധികം ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെ കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ സൈക്കിളിൽ കെട്ടിത്തൂക്കി, അതുപോലെ ഇത് വലിച്ചുകൊണ്ട് നിരത്തിലൂടെ വലിച്ചഴച്ച് 1000കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്യുന്നത് സത്യത്തിൽ ഭാരതത്തിന്, രാജ്യത്തിന് അപമാനകരമായിട്ടുള്ള അവസ്ഥയാണ്. സത്യത്തിൽ ആദ്യം അഡ്രസ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ, ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുമ്പോൾ 8 കോടിയോളം വരുന്ന രാജ്യത്തെ അതിഥി തൊഴിലാളികളും നമ്മൾ ആദരവോടുകൂടി അഭിസംബോധന ചെയ്യുന്ന ഈ തൊഴിലാളികളുടെ സ്ഥിതിയെ സംബന്ധിച്ച് ഗൗരവതരമായിട്ടുള്ള ഒരു ആലോചന ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. അതിനുള്ള ഒരു മതിയായ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടായില്ല. ഇപ്പൊ 4ാം ഘട്ടമാകുമ്പോൾ നമ്മൾ റിലാക്സ് ചെയ്ത് ഇപ്പൊ തന്നെ ഇന്ന് രാംലീല മൈതാനിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ദില്ലിയിൽ നിന്ന് തീവണ്ടി ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ 1000കണക്കിന് പേരാണ് അവിടെ രജിസ്ട്രേഷന് വേണ്ടി രാംലീല മൈതാനിയിൽ ഒത്തുകൂടിയിരിക്കുന്നത്. എന്ത് ലോക്ക്ഡൌൺ? നമ്മൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുക. അപ്പൊ അവിടെ ജീവസന്ധാരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാതെ ഇത്തരത്തിൽ അടിസ്ഥാന ജനവിഭാഗം അവശത, ഡോക്ടർ പറഞ്ഞ വളരെ ശരിയാണ്. ഇത് ആരാ അഫക്റ്റഡ്? ഇതൊരു അർബൻ സെന്റേഡ് വൈറസ് ആണ് എന്നുള്ളത് ഇതിനകം തന്നെ വളരെ വ്യക്തമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞു. മാത്രവുമല്ല, ഈ അർബൻ സെന്റേഡ് ആയിട്ടുള്ള നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ഈ വൈറസിന്റെ ദുരന്ത ഫലം ഒരുപക്ഷെ നോവൽ കൊറോണ വൈറസ് രോഗബാധ ഈ പാവപ്പെട്ടവൻ ഏറ്റില്ലെങ്കിൽ പോലും അവൻ പട്ടിണി കൊണ്ട്, ദുരിതം കൊണ്ട്, തൊഴിൽ വരുമാനമില്ലായ്മ കൊണ്ട് തകർന്നടിയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. എവിടെ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏറ്റവും കൂടുതൽ ആ രംഗത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ്. അവിടെയാണ് ഈ ലോക്ക്ഡൌണിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രഖ്യാപിച്ചു. ലോക്ക്ഡൌണിന് വിധേയമായി അവർ ഇത്രയും കാലം കഴിഞ്ഞു. ആ മൈഗ്രന്റ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള അതിഥി തൊഴിലാളികളെന്ന് നമ്മൾ വിളിക്കുന്ന അവരെ അവരുടെ ഇടങ്ങളിൽ എത്തിക്കാൻ അല്ലെങ്കിൽ അവർക്ക് മതിയായ സംരക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് സ്വാഭാവികമായി ഇത് പ്രഖ്യാപിക്കുമ്പോൾ അത്തരത്തിലൊരു നടപടിക്രമം ഉണ്ടാകണമായിരുന്നു. അത് ഉണ്ടായില്ല. എത്ര പേരാണ് മരണപ്പെട്ടത്? മാത്രമല്ല, ഇതുകൊണ്ടുണ്ടാകുന്ന ഫലം എന്താണ്? ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ബീഹാർ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഇത് വ്യാപകമാകുന്നു എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇതിന്റെ ഇമ്പാക്ട് വളരെ വളരെ പരിമിതമായിരുന്നു. വളരെ വളരെ സീറോ ഇമ്പാക്റ്റ് ആയിരുന്നു നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം പല സ്റ്റേറ്റുകളിലും ഉണ്ടായിരുന്നത്. ഇതുകൊണ്ടുണ്ടാകുന്ന വ്യാപനം ഇനി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ വ്യാപിക്കാൻ പോകുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളിൽ അവധാനതയോടുകൂടിയിട്ടുള്ള ആലോചനയോ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മതിയായ ഒരു പാക്കേജോ ഒന്നും തന്നെ ഇല്ലാതെ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുക, ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന് ശേഷം പാക്കേജ് എന്ന പേരിൽ രാജ്യത്തിന്റെ പൊതുമൂലധന നിക്ഷേപത്തെ അല്ലെങ്കിൽ പൊതുസമ്പത്തിനെ മുഴുവൻ തകർക്കുന്ന ഘടനാപരമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ പ്രഖ്യാപിക്കുക എന്ന് നിലവരുമ്പോൾ ഈ ലോക്ക്ഡൌണിനോടൊക്കെയുള്ള വിശ്വാസം ജനങ്ങൾക്ക് കുറയും. പട്ടിണി മരണം ഉണ്ടാകുമെന്ന് 2 ആഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞതാണ് ഇൻഫോസിസ് നാരായണമൂർത്തി. അദ്ദേഹം പറഞ്ഞതാണ് ഈ ലോക്ക്ഡൌൺ ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോയാൽ പട്ടിണി മരണം, കൊറോണ വൈറസ് മരണത്തെക്കാൾ കൂടുതൽ പട്ടിണി മരണം ഉണ്ടാകുമെന്ന് പറഞ്ഞ ഇൻഫോസിസ് നാരായണമൂർത്തിയാണ് പറഞ്ഞത്. അങ്ങനെ എത്രയോ പേർ പറഞ്ഞു. രഘുറാം രാജൻ ഉൾപ്പെടെയുള്ള ധാരാളം പേർ, സാമ്പത്തിക രംഗത്തെ വിദഗ്ധരായിട്ടുള്ള എത്രയോ പേർ പറഞ്ഞു. അപ്പൊ അതൊന്നും ചെയ്യാതെ ലോക്ക്ഡൌൺ എന്ന മാനദണ്ഡം മാത്രം നിലനിർത്തി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലാണ് ഈ പ്രശ്നം ഗൗരവതരമായി ഉയർന്നു വരുന്നത്. തീർച്ചയായിട്ടും അവിടെ ശ്രീ എ മാരിഫി, നമ്മളിപ്പോൾ ഉത്തർപ്രദേശിനെ കുറിച്ചോ ബീഹാറിനെ കുറിച്ചോ ഒക്കെ പറയുന്നു. അവിടെ നിന്ന് ഉള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവിടുത്തെ അവസ്ഥ വളരെ ഹൃദയഭേദകമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ തൊഴിൽ പ്രതിസന്ധി അവിടങ്ങളിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലും വരാമല്ലോ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു പെൺകുട്ടി അവരുടെ ജോലി സംബന്ധമായ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത അവസ്ഥയുണ്ടായി. ഇപ്പൊ മാധ്യമ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുടെ ജോലി നഷ്ടത്തെക്കുറിച്ച് ഞങ്ങൾക്കൊക്കെ നേരിട്ടറിയാം. കാരണം ഈ രംഗത്ത് നിൽക്കുന്നത് കൊണ്ട് സ്വകാര്യ മേഖലയിൽ തൊഴിൽ നഷ്ടം എന്നുള്ളത് നമ്മുടെ നാട്ടിലും വളരെ സാധാരണമായി കഴിഞ്ഞു. ഈ കോവിഡ് ഒന്നുള്ള കാര്യത്തെ അവസരമാക്കണമെന്ന് പറയുമ്പോൾ തൊഴിലാളി വിരുദ്ധ സമീപനം സ്വീകരിക്കാനും തൊഴിലാളികളെ പിരിച്ചുവിടാനും ഒക്കെയുള്ള അവസരമാക്കുന്ന സാഹചര്യമുണ്ട്. അതിന് നമ്മൾ ബീഹാർ ഉത്തർപ്രദേശം വരെ ഒന്നും പോവുകയും വേണ്ട. കേരളത്തിലും ആ പ്രശ്നമുണ്ട്. അത് അഭിസംബോധന ചെയ്യേണ്ടി വരില്ലേ സർക്കാരിന്? തീർച്ചയായിട്ടും നമ്മളത് കാണാതെ പോയിട്ട് ഒരു കാര്യമില്ല. ഗവൺമെന്റ് അത് മുൻകൂട്ടി കാണുന്നുണ്ട്. കേരളത്തിലെ ഗവൺമെന്റ് അത് വളരെ ശ്രദ്ധാപൂർവമാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അതിനാണ് നമുക്ക് ഈ ആപത്കാലത്തെ അവസരമാക്കി മാറ്റുന്നതിന് കേരളത്തിൽ നല്ല നിലയിൽ സുഭിക്ഷാ പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ മറ്റു മേഖലകളിൽ നിന്നും വന്നിട്ടുള്ളവർക്കടക്കം ജോയിൻ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള തൊഴിൽ പദ്ധതികൾ, അതുപോലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതികൾ, കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകൽ, ഫിഷറി, ഇതെല്ലാം നമ്മൾ വളരെ പ്ലാൻഡാണ് കേരളത്തിലെ ഗവൺമെന്റ്. അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഉത്തർപ്രദേശിലും ബീഹാറിലും ധാരാവിയിലൊക്കെ എന്ത് ട്രേസ് ഔട്ടാണ് ചെയ്യുന്നത്? ഏത് രോഗിയുടെ പിന്നാലെ ആര് പോകുന്നതാണ്? നമ്മുടെ ഇവിടെ ഒരു രോഗി എന്ന് പറയുന്ന രോഗലക്ഷണം കണ്ടാൽ
ആ രോഗലക്ഷണം കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ, അയാൾ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ റൂട്ട് മാപ്പ് എടുത്ത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ സഞ്ചരിക്കുകയാണ്. അവരുമായി സമ്പർക്കം പുലർത്തിയവരെ എല്ലാം എത്ര 1000 പേരുണ്ടോ അത്രയും പേരെ നമ്മൾ ടെസ്റ്റിന് വിധേയമാക്കുകയാണ്. അതിൽ നിന്ന് നമ്മൾ ആൾ കണ്ടുപിടിക്കുകയാണ്. ഇത്തരത്തിൽ ചെയ്സ് ചെയ്ത് പോകുന്ന ഒരു മെക്കാനിസം, ഒരു സിസ്റ്റം ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല. അതുകൊണ്ടാണ് കേരളത്തിലേക്ക് ആളുകൾ എന്ത് ത്യാഗം, മരിക്കണമെങ്കിൽ കേരളത്തിൽ കിടന്ന് മരിക്കാം എന്ന് പറഞ്ഞു കൂട്ടി നമ്മുടെ സഹോദരങ്ങളെല്ലാം വരാൻ തയ്യാറാകുന്നത്. ആ വരുന്നവർക്ക് ആവശ്യമായ, നമ്മളെപ്പോലൊരു കൊച്ചു സംസ്ഥാനത്ത് നമ്മൾ പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള സമ്പത്തിനെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഒരു സമ്പദ്ഘടന നമുക്കുണ്ട്. അത് നമ്മുടെ സമ്പദ്ഘടനയിൽ നമുക്കതിനൊരു വലിയ സ്വാധീനമുണ്ട്. അതൊക്കെ നമുക്ക് നിലയ്ക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമായിട്ട് നമ്മൾ കാണണ്ട. നമ്മുടെ വരവെല്ലാം നിലയ്ക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ എങ്ങനെ ഉൽപാദനം വർദ്ധിപ്പിക്കാം എന്നതും ഏതെല്ലാം സെക്ടറുകളിലേക്കാണ് നമ്മൾ മാറേണ്ടത് എന്നത് സംബന്ധിച്ചുമൊക്കെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് നീങ്ങുന്നത്. അത് അത്തരത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മൾ അഭിമുഖീകരിക്കാനുള്ള പ്രശ്നം വളരെ ലളിതമൊന്നുമല്ല, വളരെ സങ്കീർണം തന്നെയാണ്. പക്ഷെ ആ സങ്കീർണതയെ നമുക്ക് നമ്മുടെ ആത്മവിശ്വാസം കൊണ്ട് നേരിടാൻ ജനങ്ങളെ പ്രാപ്തമാക്കുക എന്നതാണ് ഒരു ഗവൺമെന്റ് ലീഡ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. ആ ലീഡിംഗ് ആണ് നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതിൽ നമുക്ക് താൽക്കാലികമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം നമ്മളൊരു ഒറ്റപ്പെട്ട സംസ്ഥാനം എന്ന നിലയിൽ നമുക്ക് മറ്റു രാജ്യങ്ങളിലെയും മറ്റു സംസ്ഥാനങ്ങളിലെയും പ്രശ്നങ്ങളൊന്നും നമ്മളെ ആരെയും ബാധിക്കത്തില്ല. നമ്മൾ നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം പുറം രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്തു. കയറായാലും കശുവണ്ടി ആയാലും കൈത്തറി ആയാലും അതുപോലെ മറ്റു പലതും പുറം രാജ്യങ്ങളിലെ വിപണിയെ ആശ്രയിച്ചാണ് നമ്മൾ ഇപ്പൊ കെട്ടിപ്പടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് ആഭ്യന്തര വിപണിയിലേക്ക് എടുത്താൽ മറ്റ് അയൽ സംസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ആ വിപണി കണ്ടെത്താൻ കഴിയത്തില്ല. ഇവിടെ തന്നെ ഇതെല്ലാം എത്രത്തോളം സാധ്യമാവും എന്നുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയുള്ള ചർച്ചകളും വെല്ലുവിളികളും ഒക്കെ ഉണ്ട്. അതൊക്കെ അഭിമുഖീകരിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. മിനിസ്റ്റർ, എനിക്ക് ഒരു വിഷയം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പോ 2 ആഴ്ചക്കുള്ളിൽ കാലവർഷം എത്തുകയാണ്. ഈ ചുഴലിക്കാറ്റ് മൂലമുള്ള അതിവൃഷ്ടി ഇപ്പോൾ തന്നെ ഉണ്ട്. അത് പല ജില്ലകളിലും കാര്യമായ മഴ ഉണ്ട്. മഴക്കെടുതി എന്നുള്ളത് കൂടി നമ്മൾ മുൻപിൽ കാണണമല്ലോ. ഇപ്പോ കോവിഡ് കെടുതിയുണ്ട്, അതിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ 2-3 ആഴ്ചക്കുള്ളിൽ മഴക്കെടുതിയുടെ സാഹചര്യം കൂടി വന്നാൽ അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ മുൻകൂട്ടി സർക്കാർ എടുത്തിട്ടുണ്ടോ? അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മളിപ്പോ നേരത്തെ ശ്രീ NK പ്രേമചന്ദ്രൻ സൂചിപ്പിച്ചതും പിന്നെ നമ്മുടെ ആരിഫ് പറഞ്ഞ പോലെ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ആദ്യം കോവിഡിന്റെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സമയത്ത് ഈ പ്രതിസന്ധി ഒരു അവസരമാക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ഇത് കോർപ്പറേറ്റ് വൽക്കരിക്കാനുള്ള അവസരമാക്കി മാറ്റിയതിന്റെ കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. അപ്പൊ കേരളം അത് വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ അതിന് ശേഷം വരാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ കൂടി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, നമ്മളെല്ലാ ജില്ലകളിലും ബന്ധപ്പെട്ട മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഈ വരാൻ പോകുന്ന പിന്നെ മൺസൂണിന് മുമ്പ് ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ചെല്ലാമുള്ള അവലോകനങ്ങളും മുൻകരുതൽ പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ യോഗം വിളിച്ചാണ് കഴിഞ്ഞ ചാനലിലൊക്കെ അവിടെ മന്ത്രിമാർ വെറുതെ അനാവശ്യമായി യോഗം വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു വാർത്ത വന്നത്. അങ്ങനെ നമ്മൾ 60-50 പ്രസിഡന്റുമാരെ വെച്ച് 2-3 യോഗങ്ങൾ വീതം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും. ആ നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? MLA-മാരെ വെച്ച് യോഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കോവിഡിനെ ഒരു ഭാഗത്ത് പ്രതിരോധിക്കുന്നതോടൊപ്പം ഈ വരാനിരിക്കുന്ന പ്രളയത്തിന്റെ സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് അങ്ങനെ വന്നാൽ അവിടെ ക്യാമ്പുകൾ എവിടെ സംഘടിപ്പിക്കേണ്ടി വരും, മറ്റു കാര്യങ്ങൾ എങ്ങനെ സംഘടിപ്പിക്കേണ്ടി വരും, അതുപോലെ തന്നെ വെള്ളത്തിന്റെ നീരൊഴുക്ക് തടസ്സപ്പെടാതിരിക്കുന്ന തടസ്സങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ, ഈ കോവിഡ് കാലത്ത് നടത്താവുന്ന പ്രവർത്തികൾ എങ്ങനെ പൂർത്തീകരിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയെല്ലാം തന്നെ ഇപ്പോൾ മന്ത്രിമാരും MLA-മാരും അവരുടെ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സർക്കാർ കോവിഡിൽ മാത്രം കേന്ദ്രീകരിക്കില്ല. കോവിഡിന്റെ പ്രാധാന്യം ഒട്ടും തന്നെ ചോർത്തിക്കളയാതെ മറ്റ് മേഖലകളിൽ വരാനിരിക്കുന്ന കാലവർഷക്കെടുതിയെ കൂടി നേരിടാൻ ഉതകുന്ന തരത്തിൽ നമ്മൾ എല്ലാ തയ്യാറെടുപ്പുകളും എല്ലായിടത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കെന്തായാലും പ്രശ്നം ഉണ്ടാകാൻ പോവുകയാണ്. ഇപ്പോൾ കോവിഡ് ഇതുകൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ ആ ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതി അതിനെ നേരിടാതിരിക്കലല്ല, നമ്മളെല്ലാവരും ഒന്നിച്ച് നേരിട്ടേ പറ്റൂ. അപ്പൊ നേരിടാതിരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി എല്ലാവരുടെ സഹകരണം ആവശ്യമാണ്. ഇതിനകത്ത് നമ്മുടെ ജനപ്രതിനിധികൾ അത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നമ്മളിപ്പോ ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും വളരെ ശുഷ്കാന്തിയോടുകൂടി എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. രാഷ്ട്രീയം ഒന്നിപ്പോ നമ്മൾ ഉയർത്തി കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടാവും. ഞാനതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രേമേന്ദ്രൻ സഖാവിടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പ്രതിപക്ഷമാണെങ്കിലും ഭരണകക്ഷിയാണെങ്കിലും ഈ ഒരു സാഹചര്യത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി നിലകൊള്ളേണ്ട സന്ദർഭമാണ് ഇപ്പോൾ. അപ്പൊ നമുക്കൊക്കെ രാഷ്ട്രീയ താല്പര്യം പലതുണ്ടായിരിക്കും. ആ രാഷ്ട്രീയ താല്പര്യത്തെ പറ്റി പല അഭിപ്രായങ്ങളുണ്ടാവാം.
അതെല്ലാം മാറ്റിവെക്കണമെന്ന് പറയാൻ കാരണം ഇന്നത്തെ സിറ്റുവേഷൻ നമ്മൾ ഇന്ന് വരെ നേരിടാത്ത അത്രയും അതിഭീകരമായ സ്ഥിതിയാണ്. ഞാൻ അതിഭീകരം എന്ന് പറയുന്നത് മനഃപൂർവ്വം തന്നെയാണ്. അതിഭീകരമായ നിലയിലേക്ക് വരാൻ പോവാണ്. ക്വാറന്റൈൻ എണ്ണം വർദ്ധിക്കാൻ പോകുന്നു, രോഗികളുടെ എണ്ണം വർദ്ധിക്കാൻ പോകുന്നു. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോൾ 60,000-70,000 പേര് വന്നു കഴിഞ്ഞു. ഇനി അതിന്റെ 5 ഇരട്ടി ആൾക്കാർ വരാൻ പോവാണ്. അപ്പൊ അത്രയും ആളുകൾ ഏതാനും ഒരു 2 മാസം, ജൂൺ മാസം ജൂലൈ മാസത്തോടുകൂടി എല്ലാവരും വന്നു കഴിയും. അപ്പൊ അങ്ങനെ സ്റ്റെപ്പായിട്ട് ആൾക്കാരെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അവർ വരുന്നതോടുകൂടി ഉണ്ടാകാൻ പോകുന്ന മറ്റ് പ്രശ്നങ്ങൾ വേറെയാണ്. അവരെ പാർപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം വരാൻ പോവാണ്. അതിന് പുറമെയാണ് നമ്മുടെ വെള്ളക്കെട്ടുള്ള മേഖലകളിലും വെള്ളപ്പൊക്ക സാധ്യതയുള്ള മേഖലകളിലെല്ലാം തന്നെ ആളുകൾ വെള്ളം പൊങ്ങി അവിടെ നിന്ന് മാറി താമസിക്കേണ്ട സ്ഥിതിവിശേഷം വേറെ വരാൻ പോവാണ്. അവരുടെ പണിയില്ലാതാകാൻ പോവാണ്. കോവിഡിന്റെ 56 ദിവസത്തെ ലോക്ഡൌൺ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന തൊഴിലാളിക്ക് മഴക്കാലം കൊണ്ട് തൊഴിലില്ലാതെ വരാൻ പോകുന്ന പട്ടിണിയും പരിവട്ടവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകുമ്പോൾ നാട്ടിലെ ജനങ്ങളെ ആത്മവിശ്വാസം കൊടുത്ത് അവരെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തം സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ്. അത് ഏറ്റെടുക്കുമ്പോൾ എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണ്. നമ്മുടെ ലോക്കൽ ബോഡികൾ വളരെ സുശക്തമാണ്. ആ ലോക്കൽ ബോഡികളാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. നമ്മുടെ വാർഡുകളാണെങ്കിലും പഞ്ചായത്തുകളാണെങ്കിലും അതിശക്തമായ ജനകീയ അടിത്തറയാണ്. അത് ഏത് പാർട്ടി ഭരിക്കുകയാണെങ്കിലും, അവിടെ കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഭരിക്കുകയാണെങ്കിലും ആ പഞ്ചായത്തുകളെല്ലാം തന്നെ ഗവൺമെന്റ് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പൊ ക്വാറന്റൈൻ പ്രവർത്തനം നടക്കുന്നത് എങ്ങനെയാണ്? പഞ്ചായത്തുകളല്ലേ? പഞ്ചായത്ത് പ്രസിഡന്റുമാരും മെമ്പർമാരെല്ലാം രാവും പകരം ഉറക്കൊളച്ചിരിക്കുകയാണ്. അവരെ കീഴിലുള്ള ആശാ വർക്കർമാര്, അവരുടെ കീഴിലുള്ള മറ്റാൾക്കാര്, പിന്നെ പ്രവർത്തകന്മാരെല്ലാം ഇവിടെ നിന്ന് രാത്രി 2 മണിക്ക് ഒരു വിദേശത്ത് നിന്ന് വരുന്ന മലയാളി വന്നിറങ്ങുമ്പോ അവിടെ ആളുകളുണ്ടാവും. അവരെവിടെ വന്നിറങ്ങുന്നു, ആരെ നോക്കാൻ ആളുണ്ട് അവിടെ എന്നതുപോലെ ഒരു സംവിധാനം ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലുണ്ടാവില്ല. ഇവിടെ ആരിഫ് പറഞ്ഞ പോലെ ആ സംവിധാനത്തിന്റെ ആ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ലോക്കൽ ബോഡി ഗവൺമെന്റുകളാണ്. അപ്പൊ ലോക്കൽ ബോഡി ഗവൺമെന്റുകളും സംസ്ഥാന ഗവൺമെന്റും ഒരുമിച്ച് നിന്നുകൊണ്ട് വരാനിരിക്കുന്ന പ്രളയത്തെയും നമുക്ക് നേരിടേണ്ടി വരും. അത് നേരിടാൻ ഉതകുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡിന്റെ കാലത്ത് പല നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയാതെ വന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതിന് പുറമെ ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ ഡെങ്കിപ്പനി വന്നുകൊണ്ടിരിക്കുന്നു, ചിക്കൻ ഗുനിയ വന്നുകൊണ്ടിരിക്കുന്നു, ജലജന്യ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, പകർച്ചപ്പനികൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ പുറമെ അതും വരികയാണ്. അപ്പൊ ആരോഗ്യ പ്രവർത്തകർക്ക് ഇരട്ടി ശക്തി പിന്നെ പ്രവർത്തിക്കേണ്ടി വരികയാണ്. അപ്പൊ 900 ഡോക്ടർമാരെ ഇപ്പോ ഗവൺമെന്റ് വെച്ചു. അപ്പൊ 600 ഡോക്ടർ അതിന് മുമ്പ് വെച്ചിരിക്കുന്നു. ആരോഗ്യ പ്രവർത്തകർ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ പ്രാദേശിക ആരോഗ്യ മേഖലകളിലും സ്ഥാപനങ്ങളിലും നമ്മൾ സുശക്തമായിട്ടുള്ള പകർച്ചപ്പനി അടക്കം വന്നാലും അതിനെ നേരിടാനുള്ള സംവിധാനത്തോടൊപ്പം കോവിഡിനെ നേരിടാനുള്ള മറ്റൊരു സംവിധാനം കൂടി ഉണ്ടാക്കുന്നു. അത് ഹോം ക്വാറന്റൈൻ ആണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ ആണെങ്കിലും മറ്റ് സംവിധാനങ്ങളാണെങ്കിലും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് പോകുന്നത്. അപ്പോ എടുത്താൽ പൊന്താത്ത ജോലിയാണ് നമുക്കുള്ളതെങ്കിൽ പോലും അതെടുത്ത് തലയിൽ വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കുക തന്നെ ചെയ്യുക. അല്ലാതെ ആരും അതിനകത്ത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഡോക്ടർ വി ജി പ്രദീപ് കുമാർ, അടുത്ത മാസമാകുമ്പോഴേക്ക് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, പകർച്ചപ്പനി കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. മഴക്കാലം വരികയാണ്. നമുക്ക് എല്ലാ മഴക്കാലത്തും ഇത്തരം രോഗങ്ങളുടെ വെല്ലുവിളി ഉള്ളതാണ്. ആശുപത്രികളിൽ കൂടുതൽ ആളുകൾ എത്താൻ പോകുന്നു. അതേസമയം തന്നെ കോവിഡ് രോഗികളും ഉണ്ടാകും. കോവിഡ് രോഗബാധയുടെ എണ്ണം ഇനിയും എന്തായാലും നിയന്ത്രിതമായിട്ടാണെങ്കിലും കൂടും എന്നുള്ള കാര്യവും വ്യക്തമാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ എടുക്കേണ്ട സ്ട്രാറ്റജി എന്തായിരിക്കും? നമ്മൾ ആ ഒരു സാഹചര്യത്തെ കൂടി നേരിടാൻ സജ്ജമാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ആ ചോദ്യത്തിലേക്ക് ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് ഒരു വാചകം കഴിഞ്ഞ ചർച്ചയെപ്പറ്റി പറഞ്ഞോട്ടെ. നമ്മുടെ തൊഴിലില്ലായ്മയെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഏപ്രിൽ മാസത്തിൽ ഏകദേശം 7% ഒരാഴ്ചയിൽ തൊഴിലില്ലായ്മ എങ്കിൽ അത് മെയ് 2ാം വാരമായപ്പോൾ ഏകദേശം 30% വർദ്ധിച്ചതായിട്ടാണ് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമിയുടെ പഠനത്തിന് വെളിവാക്കുന്നത്. അതേസമയത്ത് രസകരമായ വസ്തുത നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഈ ചർച്ചയിലുണ്ടെന്ന് വിചാരിക്കുന്നു, അദ്ദേഹത്തിന് ഉൾപ്പെടെ അറിയുന്നതിന് വേണ്ടി. അതായത് ഗ്രാമീണ മേഖലയെ പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെ തൊഴിലിന്റെ എണ്ണം, തൊഴിൽ ദിനങ്ങളുടെ എണ്ണം 3.5 മുതൽ 5% വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ തൊഴിലവസരങ്ങളിൽ 52% നിൽക്കുന്ന കാർഷിക മേഖലയിലെ കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ട് ഇന്ത്യ ഗവൺമെന്റും വിവിധ സംസ്ഥാന ഗവൺമെന്റുകളും കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇന്ത്യൻ എക്കണോമി അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികം തിരിച്ചുപിടിക്കുന്ന ശ്രമമാണ് നടത്തേണ്ടത്. ആ ഒരു പരിപ്രേക്ഷ്യം മുന്നോട്ട് വെക്കണമെന്നാണ് ഒരു വ്യക്തിപരമായിട്ടിരിക്കുന്ന അഭിപ്രായമുള്ളത്. ഇനി മഴക്കാല രോഗങ്ങളെ പറ്റി നമുക്ക് അഭിലാഷ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ വർഷത്തെ നമ്മുടെ തന്നെ പൊതുജനാരോഗ്യ കണക്ക് പ്രകാരം എലിപ്പനി കാരണം ഏകദേശം 559 രോഗികൾ ഉണ്ടായപ്പോൾ 59ഓളം രോഗികൾ എലിപ്പനി കാരണം മരിച്ചതായിട്ട് ഔദ്യോഗിക കണക്കുകൾ ഏകദേശം 10%. ഡെങ്കിപ്പനി 1340ഓളം ആളുകൾക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ ഏകദേശം 7% മരണനിരക്ക് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
അപ്പോൾ അത് നമുക്ക് കൊറോണയെ വെച്ച് കമ്പയർ നോക്കുമ്പോൾ വളരെ കൂടുതലായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ രോഗങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള ശാക്തീകരണ നിലയ്ക്ക് കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിലെ ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർക്ക്, അതുപോലെ തന്നെ നഴ്സുമാർക്ക്, പാരാമെഡിക്കൽ സ്റ്റാഫിന് എല്ലാവർക്കും തന്നെ ഇതിന് ട്രെയിനിങ് പ്രവർത്തനങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് തിരിച്ചറിയുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് മഴക്കാലജന്യമായ രോഗങ്ങൾ, പ്രത്യേകിച്ച് ജലദോഷം, പനി തുടങ്ങിയ സാധാരണ വൈറസ് രോഗങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത് കോവിഡ് ആണോ എന്നൊരു സംശയം ഉണ്ടാവാൻ സാധ്യത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കിനി ടെസ്റ്റിംഗ് അനിവാര്യമായി മാറിയിരിക്കുന്നു. ഈ മൺസൂൺ കാല രോഗങ്ങൾ ഉൾപ്പെടെ വരുമ്പോൾ നമ്മുടെ ആശുപത്രിയിൽ എത്തുന്ന രോഗികളെ കോവിഡ് ഉണ്ടോ എന്ന് തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമായി വരും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് പകരാനുള്ള സാധ്യത ആരോഗ്യ പ്രവർത്തകർക്കും ഇതര ആളുകൾക്കും പകരാനുള്ള സാധ്യത കൂടി വരും. അതുകൊണ്ട് തന്നെ കോവിഡ് ടെസ്റ്റിംഗ് ഇനി ഒരു അനിവാര്യ ഘടകത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടമാണ്. 4ാം ഘട്ട ലോക്ക്ഡൌൺ കഴിയുന്നതോടുകൂടി ജൂൺ ആദ്യവാരത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ ആശുപത്രികളും ഉൾപ്പെടെ കോവിഡിന്റെ ടെസ്റ്റിംഗിൽ സംവിധാനം വേണ്ടിവരും. ഇത്തരം സംശയാസ്പദമായ, ഇന്ന് ICMR പറഞ്ഞ പോലെ സംശയാസ്പദമായ സാഹചര്യങ്ങൾ വരുന്ന രോഗികൾക്ക് പരിശോധന നടത്തി കോവിഡ് ഇല്ലാതെ സ്ഥിരീകരിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഉണ്ടാകുന്ന സമ്പർക്കത്തിലൂടെ കൂടുതൽ ആളുകൾക്ക് പകരുകയും മഴക്കാലജന്യമായ രോഗങ്ങൾക്കൊപ്പം കോവിഡിന്റെ വ്യാപനം കൂടാനുള്ള സാധ്യത നമുക്ക് തീർച്ചയായും മുന്നോട്ട് കാണുന്നതാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി പ്ലാനിങ്ങോട് പോകുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തെപ്പറ്റി കൃത്യമായിട്ടുള്ള നമുക്കുള്ള ഒരു ധാരണ വേണ്ടിവരും. അതനുസരിച്ച് പ്ലാനിങ്ങും പ്രവർത്തനങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. പൊതുജന ആരോഗ്യ രംഗത്തെയും സ്വകാര്യ ആരോഗ്യ മേഖലയെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഹാൻഡ് ഹോൾഡിംഗ്, കൈകോർത്തുകൊണ്ടുള്ള മുന്നോട്ട് പോക്കായിരിക്കണം നമ്മൾ ഇനി വിഭാവനം ചെയ്യേണ്ടത് അടുത്ത ഒരു 3-4 മാസത്തേക്ക്. തീർച്ചയായിട്ടും. അവിടെ ഡോക്ടർ ഫസൽ ഗഫൂർ, മഴക്കാല രോഗങ്ങളുടെ വ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് സീസണലായി ഉണ്ടാവുന്നതുമാണ്. അതിന്റെ കൂടെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട സാഹചര്യം കൂടിയുണ്ട്. ആളുകൾ എത്രമാത്രം സ്വയം അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു എന്ന പ്രശ്നമുണ്ട്. ഇന്നിപ്പോ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം, അബുദാബിയിൽ നിന്ന് വന്ന 3 ആളുകൾ കോവിഡ് ഉണ്ട് എന്ന വിവരം മറച്ചുവെച്ച് വിമാനത്തിൽ കയറി ഇങ്ങ് വന്നു എന്ന് മാത്രമല്ല, ഇവിടെ സർക്കാർ ഏർപ്പെടുത്തിയ ബസ്സിൽ കയറി കൊട്ടാരക്കരയോ മറ്റോ പോവുകയും ചെയ്തു. മറ്റുള്ള ആളുകൾക്ക് രോഗം വരാനുള്ള വലിയ സാധ്യതയുണ്ട്. അവർക്കെതിരെ ഇപ്പോൾ കേസൊക്കെ എടുത്തിട്ടുണ്ട്. ഓരോ വ്യക്തിയും കൃത്യമായി അവരുടെ സാമൂഹ്യ ഉത്തരവാദിത്വം പാലിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ ധാരാളമായി നിൽക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ മഴക്കാല ജലജന്യ രോഗങ്ങളുടെ ഒരു പകർച്ചയിലേക്ക് പോകുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? കേരളം എങ്ങനെ പ്രതിരോധിച്ചു നിൽക്കും? അതായത് അഭിലാഷ് പറഞ്ഞതിന് അപ്പുറത്തൊരു കാര്യം പറയാം. ഇന്ന് പത്രത്തിലൊരു ന്യൂസ് ഉണ്ട്. ഒരു ഡോക്ടർ അദ്ദേഹം എക്സ്പോസ്ഡ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ക്വാറന്റൈനിൽ പോകാൻ പറഞ്ഞു. അയാൾ മുങ്ങിയിട്ട് ക്ലിനിക്കിൽ പോയിട്ട് രോഗികളെ നോക്കി. എന്തു പറയുന്നു? അപ്പോൾ ഡോക്ടർമാരെ പറ്റിയിട്ട് ഇതാണ് ഒരു സ്ഥിതി. രണ്ടാമത് ഞങ്ങളെ കൂടെ കർശനമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ OP ക്ലിനിക്കിലും ഒക്കെ ഇങ്ങനെ ക്രൗഡ് ചെയ്ത് നിൽക്കുന്നത് കൂടുതലും ഡോക്ടർമാരുടെ സ്ഥലത്താണ്. അത് ഒന്നല്ലെങ്കിൽ ബെവറേജസ് കോർപ്പറേഷനിൽ നിൽക്കും ക്യൂ ആയിട്ട്, അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിലെ ക്യൂ ഒക്കെ പോയി. പിന്നെ നമ്മൾ കാണുന്നത് എവിടെ വെച്ചാൽ ഡോക്ടർമാരുടെ അടുത്താണ്. അപ്പോൾ IMA പോലെയുള്ള ബോഡീസ് ഡോക്ടർമാരുടെ ക്ലിനിക്കുകളുടെ വ്യാപ്തി പഠിക്കണം. മനസ്സിലെ എത്രത്തോളം അവർക്ക് രോഗികൾ ഉൾക്കൊള്ളാനുള്ള സൗകര്യങ്ങളുണ്ട് പഠിക്കണം. മനസ്സിലായി? ഞാൻ ആ പ്രൈവറ്റ് എന്താണ് ബില്ലിന് പേരുണ്ടല്ലോ, ക്ലിനിക്ക് ബില്ലിനെ പറ്റിയിട്ടല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട്. അതുമാതിരി തന്നെ തികച്ചും എല്ലാ പേഷ്യൻസും അപ്പോയിൻമെന്റ് എടുത്ത് തരണം. അപ്പം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ 6 പേഷ്യന്റിന് നമ്മൾ ടൈം കൊടുക്കും, 10 മണി തൊട്ട് 11 വരെ, അടുത്ത 6 അങ്ങനെ. അപ്പോൾ ഈ ക്രൗഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം നമ്മളിപ്പോൾ വേറെ യാതൊരു വഴിയില്ല പറഞ്ഞാൽ നമ്മൾ വി ആർ ഡക്കിങ് ദ വൈറസ്. മനസ്സിലായില്ല? അല്ലാതെ വൈറസിനെ നമ്മൾ നേരിടല്ല. അതായത് ഒരു അടവ് നയത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കാര്യം പറയാനുണ്ട്. 2 MP ഇവിടെ ഉള്ളതിനെ കൊണ്ട് എന്താണെന്ന് വെച്ചാൽ അത് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. ഇപ്പോൾ എന്താ നടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരോഗ്യ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്ത് എമർജൻസി കാലത്തെക്കാട്ടും മോശമായിട്ടുള്ള ഒരു അടിയന്തരാവസ്ഥയാണ് നടക്കുന്നത്. ആരോടൊന്നും ചോദിക്കുന്നില്ല, പാർലമെന്റ് ഇല്ല. ഇന്നലെ തന്നെ പാസ്സാക്കിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനത് അതിന്റെ എണ്ണമൊന്നും പറയുന്നില്ല. അതിനപ്പുറമായിട്ട് ഗവൺമെന്റിന് വൈരാഗ്യമുള്ള ആൾക്കാരെയൊക്കെ ഓരോ നിയമം പറഞ്ഞിട്ട് അകത്തുവരികയാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരെ, ഇൻക്ലൂഡിംഗ് ദ ഡൽഹി മൈനോറിറ്റീസ് കമ്മീഷൻ ചെയർമാനെ അടക്കം പിടിച്ച് അകത്തിട്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ലോക്ക്ഡൌൺ എടുത്ത് മാറ്റുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് പാർലമെന്റ് കൂടെയാണ്. ലോക്ക്ഡൌൺ എടുത്ത് മാറ്റിയാൽ പ്ലെയിൻ സർവീസ് ആരംഭിക്കണം. ഓഫ് കോഴ്സ് അത് വന്നാൽ ആദ്യം പാർലമെന്റ് കൂടിയിട്ട് ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങൾ അത് നിയമാനുസൃതമാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ശരി, അല്ലെങ്കിൽ വാദത്തോട് ഞാൻ വിയോജിക്കുന്നില്ല. പക്ഷേ ശ്രീ NK പ്രേമചന്ദ്രൻ, ഈ പാർലമെന്റ് കൂടുക പോലെയുള്ള കാര്യങ്ങൾ എന്ന് മാത്രമല്ല, പൊതുപ്രവർത്തകർ എപ്പോഴും ജനങ്ങളുടെ ഉള്ളിൽ, ജനക്കൂട്ടത്തിനകത്ത് നിൽക്കുന്ന ആളുകളാണല്ലോ. മത്സ്യം ജലത്തിൽ ജീവിക്കുന്നത് പോലെയാണ് ജനക്കൂട്ടത്തിൽ നേതാക്കൾ ജീവിക്കുക.
ആ ശീലമൊക്കെ കുറച്ചൊരു 3 മാസത്തേക്കൊക്കെ മാറ്റേണ്ടി വരില്ല. ഇപ്പൊ തന്നെ പലരും, പല മന്ത്രിമാരാകട്ടെ മറ്റു നേതാക്കളൊക്കെ ആകട്ടെ, ആൾക്കൂട്ടത്തിന്റെ ഭാഗമായും സമരത്തിന്റെ ഭാഗമായും ഒക്കെ നിൽക്കുന്നത് കാണുകയും ചെയ്തു. കുറച്ച് നമ്മുടെ ജീവിതശൈലിയിൽ ഇത് കഴിയുമ്പോൾ മാറ്റം വരേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പൊതുപ്രവർത്തന രംഗത്താണ് അത് ഏറ്റവും കൂടുതൽ. കാരണം രാഷ്ട്രീയ പ്രവർത്തകരും ജനപ്രതിനിധികളുമാണ് ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ഇടപഴകുന്നതും ഏറ്റവും വലിയ ആക്ഷേപത്തിനും ആരോപണത്തിനും വിമർശനത്തിനും വിധേയമാകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് പൊളിറ്റിക്കൽ രംഗത്ത് നിൽക്കുന്ന, രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർ. അപ്പോൾ സ്വാഭാവികമായും ഡോക്ടർ ഇവിടെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട പ്രശ്നം, പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിൽ പാർലമെന്റ് പോലും കൂടാതെ പ്രഖ്യാപിക്കപ്പെടുന്ന നിയമനിർമ്മാണങ്ങൾ, ഇപ്പൊ മിക്കവാറും ഇതെല്ലാം ഡോക്ടർ മനസ്സിലാക്കാൻ വേണ്ടി ഇതെല്ലാം 8 or 10 ഓർഡിനൻസ് വേണ്ടി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നിയമനിർമ്മാണം ആ രൂപത്തിൽ, അതുപോലെ തന്നെ ഡൽഹി അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് തരത്തിലുള്ള, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഈ അവസരത്തിൽ പോകുന്നില്ല. അതിന് ഞാൻ ഒരു കാര്യം പറയാം ഡോക്ടർ, ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടും എപ്പിഡമിക്സ് ആക്ട് ഉൾപ്പെടെയുള്ള ഈ നിയമങ്ങൾ നിർഭാഗ്യവശാൽ ഭരണകൂടങ്ങൾ പലപ്പോഴും വിശ്വസിക്കുന്നത് ജനങ്ങളുടെ പൗരാവകാശങ്ങളാകെ നിഷേധിക്കാൻ കഴിയുന്ന ഒരു നിയമനിർമ്മാണമാണ് അല്ലെങ്കിൽ നിയമമാണ് എന്നൊരു ധാരണയുണ്ട്. സത്യത്തിൽ മൗലികാവകാശങ്ങളും പൗരാവകാശങ്ങളും നിരാകരിക്കാനുള്ള അവകാശം ഡിസാസ്റ്റർ മാനേജ്മെന്റ് പക്ഷേ നിയന്ത്രണങ്ങൾക്ക് വിധേയമാകുകയാണ്. നിർഭാഗ്യവശാൽ ഇത് ഭരണകൂടം അമിതാധികാരം തങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നുവെന്നും ഏത് നിയമം വേണമെങ്കിലും നടപ്പാക്കാം, ഏത് ജനവിരുദ്ധ നയം വേണമെങ്കിലും നടപ്പാക്കാം, ജനങ്ങൾ ഞങ്ങളുടെ വരുതിക്ക് നിൽക്കണമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയോ എന്നൊരു ആശങ്ക ഞാൻ ഈ അവസരത്തിൽ ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും അത് ഭരണഘടനാപരമായി അതുകൊണ്ടാണ് കോടതിയിൽ പോകുന്ന കേസുകളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, കോടതികൾ കൃത്യമായി പല കാര്യങ്ങളിലും കൃത്യമായി അഭിപ്രായം പറയുന്നുണ്ട് ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് നിർഭാഗ്യവശാൽ സ്വാഭാവികമാണിത്, അധികാരം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ഈ 2 ആക്ടുകളുടെയും അടിസ്ഥാനത്തിൽ ലഭ്യമായിട്ടുള്ള അധികാരം ജനങ്ങളെ വരുതിക്ക് നിർത്താനുള്ളതല്ല, ജനങ്ങളുടെ അവകാശങ്ങളും അധികാരങ്ങളും പരിമിതപ്പെടുത്തി സഹകരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ചില നിയമനിർമ്മാണങ്ങൾ അപ്പുറത്തേക്കുള്ള തലങ്ങളിലേക്കാണ് ഇപ്പോൾ നിർഭാഗ്യവശാൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർലമെന്റ് സമ്മേളനം എന്ന് നടക്കുമെന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയും ഒരു ഉറപ്പും ഇപ്പോഴത്തെ അവസ്ഥയിൽ ആർക്കും പറയാൻ കഴിയില്ല. തീർച്ചയായും. ശ്രീ എ ആരിഫ് MP, താങ്കളുടെ കൂടി അഭിപ്രായം, തൊഴിലാളികളുടെ അവകാശങ്ങൾ കവരാനും അവരെ കൂടുതൽ ചൂഷണം ചെയ്യാനും സാമ്പത്തിക പരിഷ്കാരം എന്ന പേരിൽ ജനവിരുദ്ധമായ കോർപ്പറേറ്റ് അനുകൂലമായ നടപടികൾ അടിച്ചേൽപ്പിക്കാനും ഒക്കെ ഈ ആപത്തിനെ അവസരമാക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിന്റെ ഉദാഹരണങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തത്. അതിൽ താങ്കളുടെ കൂടിയുള്ള പ്രതികരണത്തോടുകൂടി നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട എന്റെ ജ്യേഷ്ഠ സുഹൃത്ത് ഡോക്ടർ ഫസൽ ഗഫൂർ പാർലമെന്റ് ചേരണമെന്ന അഭിപ്രായത്തോട് ആർക്കും വിയോജിപ്പില്ല. എന്ത് കൊറോണ വന്നാലും ആരോഗ്യ പ്രവർത്തകർ അഭിമുഖീകരിക്കുന്ന പോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും അതിനെ അഭിമുഖീകരിക്കാനുള്ള മനസ്സുമായിട്ടാണ് അവർ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. അസുഖം വന്നാൽ വരട്ടെ എന്നുള്ള വന്നാലും ഞങ്ങൾക്ക് ജനങ്ങളോടൊപ്പം നിന്നേ മതിയാകൂ എന്നുള്ള നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് തീർച്ചയായും പ്രശ്നങ്ങളിൽ ഇടപെടുന്നത്. പക്ഷേ ഡോക്ടർ ഫസൽ ഗഫൂറിന് ഒരു ചെറിയ കാര്യത്തിൽ അദ്ദേഹത്തിന് പാർലമെന്റിൽ ചേർന്നാൽ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ പാർലമെന്റ് അംഗങ്ങളായിട്ടുള്ള ആളുകൾ നടത്തുന്ന വിയോജിപ്പുകൾ ഒരു ചെറിയ കോളം വാർത്തയ്ക്കപ്പുറമായി പാർലമെന്റിൽ അവരുദ്ദേശിക്കുന്ന നിയമനിർമ്മാണങ്ങളിൽ ഒന്ന് സ്പർശിക്കാൻ പോലും ഞങ്ങൾക്ക് ആർക്കും കഴിയില്ല. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, പക്ഷെ നിഷ്കരുണമാണ് അവർ തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ തീരുമാനമെടുക്കുന്നത്. ഇപ്പോൾ 23-ാം തീയതി പാർലമെന്റ് ചേരുമ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും വിളിച്ചുകൂട്ടി ചർച്ച ചെയ്തിട്ട് പറഞ്ഞു ഫിനാൻസ് ബില്ല് പാസ്സാക്കണം, ആ ഫിനാൻസ് ബില്ല് പാസ്സാക്കുന്ന നിങ്ങളെല്ലാം സഹകരിക്കണം, കൊറോണയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് ഡിസ്കഷൻ ഒന്നും കൂടാതെ പാസ്സാക്കാം എന്ന് പറഞ്ഞിട്ട് 1,28,000 കോടി രൂപയുടെ ഇളവുകൾ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കാനുള്ള തീരുമാനമാണ് എടുത്തും പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് ഈ ആപത്ത് കാലത്ത് നോക്കി എല്ലാം വിറ്റ് തുലച്ച് ഏതായാലും ഇത് നന്നാകാൻ പോകുന്നില്ല, എന്നാൽ പിന്നെ ഇതെല്ലാം തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് തീരെഴുതി കൊടുത്തേച്ച് ഇരിക്കുന്നതാണ് ബുദ്ധിയും ഭംഗിയും, അവർ ബാക്കി കാര്യങ്ങളെല്ലാം ഭംഗിയാക്കി നടത്തിക്കോളും എന്ന് കരുതുന്ന ഒരു കേന്ദ്ര സർക്കാരാണ് ഇരിക്കുന്നത്. അവർക്ക് പാർലമെന്റിനകത്ത് ലോകസഭയിലും രാജ്യസഭയിലുള്ള ഭൂരിപക്ഷം ഉപയോഗിച്ച് എന്ത് നെറുകേടുകളും ചെയ്യുന്നതിനും ഏത് നിയമനിർമ്മാണം നടത്തുന്നതിനും ഒരു മര്യാദയും ഇല്ല എന്നുള്ള വിവരം ഞങ്ങൾ കഴിഞ്ഞ ഒരു കൊല്ലക്കാലം കൊണ്ട് ഞാൻ അനുഭവിച്ച് എന്നെ പോലുള്ള പുതിയ അംഗങ്ങളെല്ലാം അനുഭവിച്ചറിയുകയാണ്. അപ്പൊ അതുകൊണ്ട് പാർലമെന്റ് ചേരണം എന്നുള്ളത് നല്ല കാര്യം തന്നെ. ആ ചേർന്നാലും സംഭവിക്കാൻ പോകുന്നത് അത്ഭുതങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഞങ്ങളൊക്കെ പറയുന്നത് ഇന്നതാണെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നതിനപ്പുറമായ വലിയ സംഭവങ്ങളൊന്നും പാർലമെന്റിലൂടെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് കൂടി കരുതിക്കോണം. തീർച്ചയായിട്ടും. വളരെ നന്ദി ശ്രീ എം ആരിഫ്, ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ, ശ്രീ VS സുനിൽകുമാർ, ഡോക്ടർ ഫസൽ ഗഫൂർ, ഡോക്ടർ VG പ്രദീപ് കുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇടവേള.